നമസ്കാരം. തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗും ഡയറക്ടറേറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇൻട്രാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ അഥവാ നിഡാസ് എന്ന തത്സമയ ബോധവൽക്കരണ പരിപാടിയുടെ 20ാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നിഡാസിൻ്റെ ഉദ്ദേശം സംസ്ഥാനത്തിലുടനീളമുള്ള രക്ഷിതാക്കളെ വൈകല്യം അനുബന്ധ പ്രശ്നങ്ങളെയും പറ്റി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊരു തത്സമയ പരിപാടിയായതിനാൽ നിഷിൽ എത്തിച്ചേരുന്നവർക്ക് മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള എല്ലാ രക്ഷിതാക്കൾക്കും അതാത് ജില്ലകളിലെ DCPO ഓഫീസിൽ എത്തിച്ചേർന്ന് ഇന്റർനെറ്റ് സഹായത്തോടുകൂടി ഈ പരിപാടി കാണാവുന്നതാണ്. ഇന്നത്തെ 20ാമത്തെ നിഡാസിൻ്റെ വിഷയം കുട്ടികളിലെ കൈ സ്വാധീനക്കുറവ്, ഫിസിയോതെറപ്പിയുടെയും ഒക്കുപേഷണൽ തെറപ്പിയുടെയും പ്രാധാന്യം, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിയോതെറപ്പി ആൻഡ് ഒക്കുപേഷണൽ തെറപ്പി ഇൻ ചിൽഡ്രൻ വിത്ത് ഹാൻഡ് ഫങ്ഷനിങ് ഇമ്പയർമെൻറ്റ്. ഇതിൽ പ്രധാനമായി സംസാരിക്കുന്നത് നമ്മുടെ കണ്ടൻസ് എന്ന് പറയുന്നത് കൈകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മൊത്തമായ ചലനങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായ ചലനങ്ങളെക്കുറിച്ചും കുട്ടികളിൽ ഇങ്ങനെ ഒരു കൈ സ്വാധീനക്കുറവ് എങ്ങനെയൊക്കെ തിരിച്ചറിയാം, ഇങ്ങനെ ഉണ്ടായാൽ ആരെയാണ് സമീപിക്കേണ്ടത്, പരിഹാര മാർഗങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിഷിലെ ഫിസിയോതെറപ്പിസ്റ്റായ മിസ് ഷൈനിയും ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് മിസ് നീതു തമ്പിയുമാണ്. ഈ ക്ലാസ് അവതരിപ്പിക്കുന്നതിനായി ഇരുവരെയും ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് കുട്ടികളിലെ കൈ സ്വാധീനക്കുറവ്, എങ്ങനെ ഫിസിയോതെറാപ്പിയിലൂടെയും ഒക്യുപേഷണൽ തെറാപ്പിയിലൂടെയും പരിശീലനം കൊടുത്ത് ഈ കൈ സ്വാധീനക്കുറവ് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ഈ ടോപ്പിക്ക് എടുത്തതിന് തന്നെ കാരണം മാതാപിതാക്കളുടെ ചില പ്രത്യേക ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പം നമ്മളോട് മാതാപിതാക്കൾ ആദ്യമായി ചോദിക്കുന്നത് എൻ്റെ കുട്ടി എന്ന് നടക്കും. അതാണ് എല്ലാ മാതാപിതാക്കൾക്കും അറിയേണ്ടത്. അതേസമയം കൈകളുടെ പ്രവർത്തനത്തെ എത്രത്തോളം നമുക്ക് മെച്ചപ്പെടുത്താം, ഒരു കുട്ടി നടന്നില്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് കൈകൾ ഉപയോഗിച്ച് എന്തെല്ലാം ദിനചര്യകൾ ചെയ്യണം, അതാണ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കൈകളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ ഉണ്ടാകുക എന്ന്. അപ്പം നടന്നില്ലെങ്കിൽ പോലും ഇരുന്നിട്ട് കുഞ്ഞിന് വസ്ത്രം ധരിക്കാനും ആഹാരം കഴിക്കാനും നടക്കുന്നതിനേക്കാൾ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അത്. അതുകൊണ്ട് നടക്കുന്നതിന് മുൻപ് തന്നെ ഒരു കുഞ്ഞ് ജനിച്ച് എത്രയും പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കൈകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ, അപ്പോൾ പ്രോബ്ലം ഉണ്ടോ അതെല്ലാം കണ്ടുപിടിച്ച് അതിനെ മെച്ചപ്പെടുത്താനുള്ള ഉപാധികൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങേണ്ടതാണ്. അപ്പം ആദ്യം നെക്സ്റ്റ് സ്ലൈഡ്. രണ്ടാമത്തെ സ്ലൈഡ് ഒന്ന് ഈ പടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കൈ. എല്ലാ കാര്യത്തിനും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നിടം വരെ കൈകളുടെ പ്രവർത്തനം ശരിയായി നടന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കൈ. ഇനി കൈയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് എന്തൊക്കെയാണ് ആവശ്യം? ആദ്യം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് കാഴ്ചശക്തിയാണ് വേണ്ടത്. ശരിയായ കാഴ്ചശക്തി ഇല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമുക്ക് തൊട്ട് മനസ്സിലാക്കാനും അതുവഴി അത് കൈ എത്തിപ്പിടിക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പം ശരിയായ കാഴ്ചശക്തി ഉള്ള ഒരു കുട്ടിക്ക് മാത്രമേ കൈകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. അപ്പം ശരിയായ കാഴ്ചശക്തി വേണം. രണ്ടാമത്തത്
രണ്ടാമത്തത് ശരീരത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഇപ്പൊ ശരിക്കും ഇരിക്കാൻ പോലും പറ്റാത്ത കുട്ടികൾ, അമ്മമാര് വന്ന് പറയാറുണ്ട് കുട്ടിക്ക് ശരിക്കും എഴുതാൻ പറ്റുന്നില്ല. അത് സാധ്യമല്ല. കാരണം ശരീരത്തെ ശരിയായി നിയന്ത്രിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ ശരീരത്തിന് കൈകളെ നിയന്ത്രിക്കാനും പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ കൈ പിടിച്ച് ശരിക്കുള്ള എഴുതാനുള്ള പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് ബുദ്ധിമുട്ടായി തീരും. ആദ്യമേ നമ്മൾ ട്രങ്ക് കൺട്രോൾ അഥവാ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള വ്യായാമങ്ങളാണ് കൊടുക്കേണ്ടത്. അടുത്തത് അനായാസമായ ചലനശേഷി. ഇപ്പൊ കൈകളിലെയും കഴുത്തുകളിലെയും ഒക്കെ പേശികൾക്ക് ശരിയായ ചലനശേഷി ഇല്ലെങ്കിൽ, അതെന്തെങ്കിലും കാരണവശാൽ കഴുത്തനക്കാൻ പറ്റാതെയോ കൈയ്യ്, മുട്ട്, വിരലുകൾ എന്നീ അവയവങ്ങൾക്ക് ശരിയായ ചലനശേഷി ഇല്ലെങ്കിൽ അതും കൈയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാം. അടുത്തത് കൈകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്. ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വസ്തു എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ വസ്തു കണ്ടു, അത് കഴിഞ്ഞ് കൈ ഒന്ന് റീച്ച് ചെയ്യുക, കൈകൾ എത്തുക, അത് കഴിഞ്ഞ് അതിൽ പിടിക്കുക, അത് കഴിഞ്ഞ് അതിലെടുത്ത് നമ്മുടെ അടുത്ത് കൊണ്ടുവരിക. ഇതൊരു ഒരു സീക്വൻസ്, ഒരു പരമ്പരയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ കൈ ഏകോപിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അതുപോലെ രണ്ട് കൈകളും ഒരുപോലെ, ഒരു ബോൾ എടുക്കുക, ഒരു ബുക്ക് എടുക്കുക, ആ ബുക്ക് എടുത്ത് നമ്മൾ നടക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴേ രണ്ട് കൈകളും ഏകോപിപ്പിച്ച്, എൻ്റെ രണ്ട് കൈകളും ഒരുപോലെ പ്രവർത്തിക്കണം. അഥവാ ഞാൻ നടക്കുകയാണെങ്കിൽ പോലും ആദ്യം ഇടത് കൈ മൂവ് ചെയ്യണം, അത് കഴിഞ്ഞ് വലത് കൈ മൂവ് ചെയ്യണം. അപ്പോഴൊക്കെ കൈകളുടെ ഏകോപനമായ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. അടുത്തതായി തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവ്. ഇപ്പം നമ്മളൊരു ബാഗിനകത്ത് കൈയിടുകയാണ്, നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പേനയാണെങ്കിൽ എടുക്കും, മൊബൈൽ ഫോൺ ആണെങ്കിൽ എടുക്കും, ബുക്കാണെങ്കിൽ എടുക്കും. അതെന്തുകൊണ്ടാണ്? നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ ഒരു കഴിവുണ്ട്. നമ്മൾ കാണാതെ തന്നെ ഇന്നതാണ് സാധനം, ആ വസ്തു നമുക്ക് എടുക്കാനുള്ള കഴിവ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൈയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. നമുക്ക് ആദ്യം ഒരു ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ കൈ ഡെവലപ്പ് ചെയ്യുക? കുട്ടി ആദ്യം കമിഴ്ന്ന് വീഴുന്നു, അത് കഴിഞ്ഞ് തലയുറയ്ക്കുന്നു, പിന്നെ ഇരിക്കുന്നു, എഴയുന്നു, അങ്ങനെ ഒരു മൈൽ സ്റ്റോൺസിൽ വളർച്ചാ ഘട്ടങ്ങളുണ്ടല്ലോ. അതുപോലെ നമ്മൾ കൈയുടെ കാര്യങ്ങൾ പ്രത്യേകമായി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കറക്റ്റായിട്ടുള്ള ഡെവലപ്മെന്റ് എങ്ങനെയാണ്? അപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും. ആദ്യം ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ കൈ എങ്ങനെയായിരിക്കും? ഇപ്പം മാതാപിതാക്കൾക്ക് അറിയുന്നത്ര ഞങ്ങൾക്ക് അറിയില്ല. കാരണം ജനിക്കുമ്പോൾ കുഞ്ഞ് എന്തായിരിക്കും, വെറുതെ ഒരു പർപ്പസിൽ കുഞ്ഞ് കൈ അറിയാതെ മൂവ് ചെയ്യുകയായിരിക്കും. ചിലപ്പോൾ വായിലിടും, ചിലപ്പോൾ എന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ട് നമ്മുടെ കൈവിരലുകൾ കൊടുക്കുകയാണെങ്കിൽ പാമാർ ഗ്രാസ്പ് എന്ന് പറയും, കൈവിരലുകളിൽ മുറുക്കെ പിടിക്കും. ഇതാണ് ജനിക്കുമ്പോൾ ഉള്ള ഒരു കൈയുടെ കഴിവ്. അത് കഴിഞ്ഞ് ഒരു വയസ്സിനുള്ളിൽ ജനിച്ച് വീണ് ആ നിമിഷം മുതൽ ഒരു വയസ്സ് വരെ കുഞ്ഞ് എന്തൊക്കെ ചെയ്യും? വിരലുകൾ വായിലിടും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുഞ്ഞ് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ വസ്തുക്കൾ താഴെ അടിച്ച് ശബ്ദമുണ്ടാക്കും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 9-10 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കൈയിൽ നിന്നും മറ്റേ കൈയിലേക്ക് ഹാൻഡ് ട്രാൻസ്ഫർ എന്ന് പറയും. അപ്പോൾ ഒരു കൈയിൽ നിന്നും മറ്റേ കൈയിലേക്ക് കുട്ടി വസ്തുക്കൾ മാറ്റും. അടുത്തതായിട്ട് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക, റീച്ചിങ്. കുഞ്ഞ് കുറച്ച് കൈ നീട്ടി ശരിയായി ഇരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായിരിക്കണം. ആ കുട്ടി എത്തിപ്പിടിക്കാൻ ശ്രമിക്കും. പിന്നെ അത് ഒരു വയസ്സിന് മുമ്പ് വരുന്ന ഒരു വളർച്ചാഘട്ടമാണ് ചൂണ്ടിക്കാണിക്കുക. ആദ്യം ഉള്ള ഒരു കുട്ടിക്ക് ഒരു വിരൽ മാത്രം ഉപയോഗിച്ച് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി ചൂണ്ടിക്കാണിക്കാനുള്ള പ്രാപ്തി നേടുന്നതായിരിക്കും. ഒരു വയസ്സ് മുതൽ 2 വയസ്സ് വരെ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ചെറിയ വസ്തുക്കൾ പെറുക്കിയെടുക്കുക. അതിനു മുമ്പ് കുഞ്ഞ് മുഴുവനായി കൈകൾ ഉപയോഗിച്ച് മാത്രമാണ് വസ്തുക്കൾ എടുക്കുന്നത്. ഇത് ഒരു വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക് മച്വർ പിൻസർ ഗ്രാസ്പ് എന്ന് പറയും. തള്ളവിരലും ചൂണ്ടുവിരലും മാത്രം ഉപയോഗിച്ച് ചെറിയ വസ്തുക്കൾ പെറുക്കിയെടുക്കാൻ കുഞ്ഞ് പ്രാപ്തനാകും. പിന്നെ കുത്തി വരയ്ക്കുക. ഒരു പാറ്റേൺ ഒന്നുമല്ല, വെറുതെ പേന കിട്ടുകയാണെങ്കിൽ കുഞ്ഞിങ്ങനെ കുത്തി വരയ്ക്കും. അടുത്തത് കതക് തുറക്കുക. പിന്നെ ഒരു കൈ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങുക. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞിന് കറക്റ്റ് 2 വയസ്സിന് മുൻപ് മാത്രമേ ഒരു കൈ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങുകയുള്ളൂ. അതേസമയം ജനിക്കുമ്പം തന്നെ അല്ലെങ്കിൽ ഒരു 6 മാസത്തിൽ കുഞ്ഞ് ഒരു കൈ മാത്രം ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റേ കൈക്ക് കുട്ടിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്. ആ കൈ ശരിയായ രീതിയിൽ കുഞ്ഞിന് പ്രവർത്തിക്കുന്നില്ല. അടുത്തതായി 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. ഇതാകുമ്പോഴത്തേക്കും കുട്ടിയുടെ കൈയുടെ പ്രവർത്തനം കുറച്ചുകൂടെ മച്ചുവറായി തുടങ്ങിയിട്ടുണ്ട്. ഓരോ പേജായിട്ട് മറിക്കുക, നിറം കൊടുക്കുക.
അതും കൈയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാം. അടുത്തത് കൈകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്. ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വസ്തു എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ വസ്തു കണ്ടു, അത് കഴിഞ്ഞ് കൈ ഒന്ന് റീച്ച് ചെയ്യുക, കൈകൾ എത്തുക, അത് കഴിഞ്ഞ് അതിൽ പിടിക്കുക, അത് കഴിഞ്ഞ് അതിൽ എടുത്ത് നമ്മുടെ അടുത്ത് കൊണ്ടുവരിക. ഇതൊരു ഒരു സീക്വൻസ്, ഒരു പരമ്പരയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ കൈ ഏകോപിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അതുപോലെ രണ്ട് കൈകളും ഒരുപോലെ, ഇപ്പോൾ ഒരു ബോൾ എടുക്കുക, ഒരു ബുക്ക് എടുക്കുക, ആ ബുക്ക് എടുത്ത് നമ്മൾ നടക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴേ രണ്ട് കൈകളും ഏകോപിപ്പിച്ച് എൻ്റെ രണ്ട് കൈകളും ഒരുപോലെ പ്രവർത്തിക്കണം. അഥവാ ഞാൻ നടക്കുകയാണെങ്കിൽ പോലും ആദ്യം ഇടത് കൈ മൂവ് ചെയ്യണം, അത് കഴിഞ്ഞ് വലത് കൈ മൂവ് ചെയ്യണം. അപ്പോഴൊക്കെ കൈകളുടെ ഏകോപനമായ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. അടുത്തതായി തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവ്. ഇപ്പം നമ്മളൊരു ബാഗിനകത്ത് കൈയിടുകയാണ്, നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പേനയാണെങ്കിൽ എടുക്കും, മൊബൈൽ ഫോൺ ആണെങ്കിൽ എടുക്കും, ബുക്കാണെങ്കിൽ എടുക്കും. അതെന്തുകൊണ്ടാണ്? നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ ഒരു കഴിവുണ്ട്. നമ്മൾ കാണാതെ തന്നെ ഇന്നതാണ് സാധനം, ആ വസ്തു നമുക്ക് എടുക്കാനുള്ള കഴിവ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൈയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. നമുക്ക് ആദ്യം ഒരു ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ കൈ ഡെവലപ്പ് ചെയ്യുക? കുട്ടി ആദ്യം കമിഴ്ന്ന് വീഴുന്നു, അത് കഴിഞ്ഞ് തലയുറയ്ക്കുന്നു, പിന്നെ ഇരിക്കുന്നു, എഴയുന്നു, അങ്ങനെ ഒരു മൈൽ സ്റ്റോൺസിൽ വളർച്ചാ ഘട്ടങ്ങളുണ്ടല്ലോ. അതുപോലെ നമ്മൾ കൈയുടെ കാര്യങ്ങൾ പ്രത്യേകമായി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കറക്റ്റായിട്ടുള്ള ഡെവലപ്മെന്റ് എങ്ങനെയാണ്? അപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും. ആദ്യം ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കൈ എങ്ങനെയായിരിക്കും? അപ്പം മാതാപിതാക്കൾക്ക് അറിയുന്നത്ര ഞങ്ങൾക്ക് അറിയില്ല. കാരണം ജനിക്കുമ്പോൾ കുഞ്ഞ് എന്തായിരിക്കും, വെറുതെ ഒരു പർപ്പസ്ലി കുഞ്ഞ് കൈ അറിയാതെ മൂവ് ചെയ്യുകയായിരിക്കും. ചിലപ്പോൾ വായിലിടും, ചിലപ്പോൾ എന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ട് നമ്മുടെ കൈവിരലുകൾ കൊടുക്കുകയാണെങ്കിൽ പാമാർ ഗ്രാസ്പ് എന്ന് പറയും, കൈവിരലുകളിൽ മുറുക്കെ പിടിക്കും. ഇതാണ് ജനിക്കുമ്പോൾ ഉള്ള ഒരു കൈയുടെ കഴിവ്. അത് കഴിഞ്ഞ് ഒരു വയസ്സിനുള്ളിൽ ജനിച്ച് വീണ് ആ നിമിഷം മുതൽ ഒരു വയസ്സ് വരെ കുഞ്ഞ് എന്തൊക്കെ ചെയ്യും? വിരലുകൾ വായിലിടും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുഞ്ഞ് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ വസ്തുക്കൾ താഴെ അടിച്ച് ശബ്ദമുണ്ടാക്കും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 9-10 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കൈയിൽ നിന്നും മറ്റേ കൈയിലേക്ക് ഹാൻഡ് ട്രാൻസ്ഫർ എന്ന് പറയും. അപ്പോൾ ഒരു കൈയിൽ നിന്നും മറ്റേ കൈയിലേക്ക് കുട്ടി വസ്തുക്കൾ മാറ്റും. അടുത്തതായിട്ട് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക, റീച്ചിങ്. കുഞ്ഞ് കുറച്ച് കൈ നീട്ടി ശരിയായി ഇരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായിരിക്കണം. ആ കുട്ടി എത്തിപ്പിടിക്കാൻ ശ്രമിക്കും. പിന്നെ അത് ഒരു വയസ്സിന് മുമ്പ് വരുന്ന ഒരു വളർച്ചാഘട്ടമാണ് ചൂണ്ടിക്കാണിക്കുക. ആദ്യം ഉള്ള ഒരു കുട്ടിക്ക് ഒരു വിരൽ മാത്രം ഉപയോഗിച്ച് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി ചൂണ്ടിക്കാണിക്കാനുള്ള പ്രാപ്തി നേടുന്നതായിരിക്കും. ഒരു വയസ്സ് മുതൽ 2 വയസ്സ് വരെ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ചെറിയ വസ്തുക്കൾ പെറുക്കിയെടുക്കുക. അതിനു മുമ്പ് കുഞ്ഞ് മുഴുവനായി കൈകൾ ഉപയോഗിച്ച് മാത്രമാണ് വസ്തുക്കൾ എടുക്കുന്നത്. ഇത് ഒരു വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക് മച്വർ പിൻസർ ഗ്രാസ്പ് എന്ന് പറയും. തള്ളവിരലും ചൂണ്ടുവിരലും മാത്രം ഉപയോഗിച്ച് ചെറിയ വസ്തുക്കൾ പെറുക്കിയെടുക്കാൻ കുഞ്ഞ് പ്രാപ്തനാകും. പിന്നെ കുത്തി വരയ്ക്കുക. ഒരു പാറ്റേൺ ഒന്നുമല്ല, വെറുതെ പേന കിട്ടുകയാണെങ്കിൽ കുഞ്ഞിങ്ങനെ കുത്തി വരയ്ക്കും. അടുത്തത് കതക് തുറക്കുക. പിന്നെ ഒരു കൈ കൂടുതലായി ഉപയോഗിച്ച് തുടങ്ങുക. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞിന് കറക്റ്റ് 2 വയസ്സിന് മുൻപ് മാത്രമേ ഒരു കൈ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങുകയുള്ളൂ. അതേസമയം ജനിക്കുമ്പം തന്നെ അല്ലെങ്കിൽ ഒരു 6 മാസത്തിൽ കുഞ്ഞ് ഒരു കൈ മാത്രം ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റേ കൈക്ക് കുട്ടിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്. ആ കൈ ശരിയായ രീതിയിൽ കുഞ്ഞിന് പ്രവർത്തിക്കുന്നില്ല. അടുത്തതായി 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. ഇതാകുമ്പോഴത്തേക്കും കുട്ടിയുടെ കൈയുടെ പ്രവർത്തനം കുറച്ചുകൂടെ മച്ചുവറായി തുടങ്ങിയിട്ടുണ്ട്. ഓരോ പേജായിട്ട് മറിക്കുക, നിറം കൊടുക്കുക. ഡൗൺ സിൻഡ്രോം, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ബുദ്ധിമാന്ദ്യം, മറ്റു നാഡീസംബന്ധമായ അസുഖങ്ങൾ. എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞിൻ്റെ കൈയാണ് പുറത്ത് വരുന്നത്, എന്തെങ്കിലും ബ്രേക്കിയൽ പ്ലക്സസ് ഇഞ്ചുറി, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് കാണാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും കുട്ടിയുടെ കൈകൾക്ക് ശരിയായ പ്രവർത്തനം കാണുകയില്ല. മേഖലകൾ കൈകൾക്കുള്ള പ്രാധാന്യം വീട്ടിൽ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ജനിക്കുമ്പോൾ മുതൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നവരെയും കൈകളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ വേണം. അപ്പം ദൈനംദിന പ്രവർത്തനം നമ്മൾ കൈകുത്തി എഴുന്നേൽക്കുമ്പോൾ മുതൽ കൈയുടെ പ്രവർത്തനങ്ങൾ അവിടെ അത്രത്തോളം കൈയുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദിനചര്യകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സ്കൂളിലാണെങ്കിലോ, സ്കൂളിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം. ഇനി വീട്ടിൽ എന്തോന്ന് ആലോചിച്ച് നോക്കാം. പല്ല് തേക്കുക, കൈയുടെ ആവശ്യമുണ്ടല്ലോ. ഇത് കുളിക്കുക, ടോയ്ലറ്റ് പോകുക, വസ്ത്രം ധരിക്കുക, ബട്ടൺസ് ഇടുക, ആഹാരം കഴിക്കുക, ഷൂ ലേസ് കെട്ടുക. ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൈയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ ആവശ്യമാണ്.
നമുക്ക് സ്കൂളിൽ ബാഗ് തുറക്കുക, ബാഗ് അവിടെ വരെ കൊണ്ടുപോകണമല്ലോ. അപ്പൊ ബാഗ് തുറക്കുക, അടുത്തത് എഴുതുക, കൈ പൊക്കി വിവിധതരം കളികളിൽ ഏർപ്പെടുക, പേജ് മറിക്കുക, കത്രിക ഉപയോഗിച്ചുള്ള ക്രാഫ്റ്റ് വർക്ക്, ഇതിനെല്ലാം നമുക്ക് കൈകൾ വേണം. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കൈകളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് നടക്കുന്നതല്ല കാര്യം. അപ്പോൾ കൈകളുടെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കാനായിട്ടാണ്. ഇനി നമുക്ക് സ്വാധീനക്കുറവ് എങ്ങനെ തിരിച്ചറിയാം? പ്രവർത്തികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ആദ്യമായി തലയ്ക്ക് മുകളിൽ കൈകൾ ഉയർത്തി പ്രവൃത്തി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. നമുക്കൊക്കെ ഇത്രയും നേരെ കൈ പൊക്കാൻ പറ്റും, ഒരു 180 ഡിഗ്രി. അതേസമയം കൈക്ക് പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങൾക്ക്, പ്രവൃത്തി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊക്കെ പൊങ്ങുള്ളൂ. ബോൾ എറിയാൻ പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ എറിയാൻ പറ്റത്തില്ല, ഇങ്ങനെയായിരിക്കും എറിയുന്നത്. അപ്പം തലയ്ക്ക് മുകളിൽ കൈകൾ ഉയർത്തി പ്രവർത്തികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. രണ്ടാമത്, ഭാരമേറിയ വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള പ്രയാസം. ഭാരമേറിയ വസ്തുക്കൾ കയ്യിൽ വെച്ച് അവർക്ക് കൊണ്ടു നടക്കാനും കയ്യിൽ വെച്ച് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനും പറ്റുകയില്ല. മൂന്നാമത്, 2 കൈകളും ഒരുപോലെ ഉപയോഗിക്കാനുള്ള പ്രയാസം. ഒരു കൈക്ക് ഒരു പ്രവർത്തനം കുറവാണെങ്കിൽ 2 കൈകളും ഏകോപിപ്പിച്ച് കുട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അടുത്തത്, കൈകളിൽ നിന്നും തുടർച്ചയായി സാധനങ്ങൾ താഴെ വീഴുക, വസ്തുക്കൾ മുറുകെ പിടിക്കാനുള്ള പ്രയാസം, പുസ്തകത്താളുകൾ മറിക്കാനുള്ള പ്രയാസം, പേന ശരിയായ രീതിയിൽ പിടിക്കാനുള്ള പ്രയാസം, വളരെ മോശമായ കൈയക്ഷരം. അപ്പം മാതാപിതാക്കൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, കുഞ്ഞ് പെട്ടെന്ന് വീണു പോകുന്നു. അപ്പോൾ വീണു പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൈയുടെ ബാലൻസ് കുറവും കൊണ്ടും കുട്ടി ഇടയ്ക്കിടയ്ക്ക് വീഴാം. അത് നമ്മൾ താഴെ വീഴുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കൈയാണ്. അപ്പോൾ കൈക്ക് ശരിയായ പ്രവർത്തനം ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബാലൻസ് പോവുകയും പെട്ടെന്ന് താഴെ വീഴാനും ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ആരെ സമീപിക്കണം? ആരോട് നമ്മൾ പറയാം? ആദ്യമായിട്ട് മിക്കവാറും ഈ കൈയുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത് പീഡിയാട്രീഷ്യൻ ആയിരിക്കാം. കാരണം എപ്പോഴും നിങ്ങൾ ഇതുപോലെ വാക്സിനേഷനും ഒക്കെ പോകുമ്പോൾ പീഡിയാട്രീഷ്യനോട് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ പറയുമായിരിക്കും. അപ്പോൾ പീഡിയാട്രീഷ്യൻ ആയിരിക്കും മിക്കവാറും അറിയുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെയോ നമുക്ക് ബന്ധപ്പെടാം. ഇനി പീഡിയാട്രീഷ്യൻ ആണ് തീരുമാനിക്കുന്നത് എങ്ങോട്ടാണ് നമ്മൾ വിടേണ്ടത്. അപ്പോൾ കൈയുടെ പേശികളുടെ ബലക്കുറവാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റും ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റുമാണ് പരിശീലനം കൊടുക്കേണ്ടത്. അതേസമയം ഓർത്തോപെഡിക് സർജന്റെ റോൾ അവിടെ വരുന്നത്, കൈക്ക് എന്തെങ്കിലും ഒരു അസ്ഥിപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒന്നിൽ കൈ വളഞ്ഞിരിക്കുകയാണ്, അത് എല്ലിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ ഓർത്തോപെഡിക് സർജനാണ് അത് സർജറിയിലൂടെ കറക്ഷൻ ചെയ്യേണ്ടതാണ്. അത് പീഡിയാട്രീഷ്യൻ നമ്മളെ കറക്റ്റായിട്ട് എങ്ങോട്ടാണ് റെഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റെഫർ ചെയ്തു. ഇനി കൈകളുടെ പ്രവർത്തനങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം, ഗ്രോസ് മോട്ടോറും ഫൈൻ മോട്ടോറും. അതിനകത്ത് ഗ്രോസ് മോട്ടോർ എന്ന് വെച്ചാൽ മൊത്തമായുള്ള ചലനങ്ങൾ ആണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത്. സൂക്ഷ്മ ചലനങ്ങളെ പറ്റി ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഇവിടെ കൂടുതൽ വിശകലനം ചെയ്യും. ഇനി മൊത്തമായുള്ള ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരീരത്തിലെ വലിയ പേശികൾ ഉപയോഗിച്ച് മൊത്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതാണ് ഗ്രോസ് മോട്ടോർ അല്ലെങ്കിൽ മൊത്തമായുള്ള ചലനങ്ങൾ. ആദ്യത്തെ കണ്ടോ, എന്തെല്ലാം പ്രവൃത്തികൾ ആ കുഞ്ഞ് ചെയ്യുന്നുണ്ട്? മുട്ടിലിഴയുക. അപ്പോൾ കൈകൾ നോക്കിയാൽ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും ആ കുട്ടിയുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ കൈകളിൽ താങ്ങി നിർത്താൻ പറ്റുകയാണെങ്കിൽ മാത്രമേ കുട്ടി മുട്ടിലിഴയുകയുള്ളൂ. അത് കഴിഞ്ഞ് ഓടുക, ചാടുക, നടക്കുക, നീന്തുക, സൈക്കിൾ ചവിട്ടുക, തൂങ്ങിക്കയറുക, ഇതെല്ലാം മൊത്തമായിട്ടുള്ള ചലനങ്ങളാണ്. ഇത് വലിയ പ്രോബ്ലം ഒന്നുമില്ലാത്ത കുട്ടികളുടെ പ്രവർത്തികളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ മൊത്തമായുള്ള ചലനങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വ്യായാമങ്ങൾ ഒന്ന് നോക്കാം. പിന്നെ പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കുട്ടി എഴുതുന്നില്ല അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും വസ്തുക്കൾ പിടിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണെങ്കിൽ നമ്മൾ കൈകൾക്ക് മാത്രമല്ല വ്യായാമം കൊടുക്കേണ്ടത്. നമ്മുടെ സ്റ്റെബിലിറ്റി, നമ്മുടെ ശരീരത്തിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് കഴുത്ത്, തോള്, കൈമുട്ട്, മണിബന്ധം, കൈ, അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ മാത്രം എക്സസൈസ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല. ആദ്യം നമ്മൾ കഴുത്തിലെ പേശികൾ മുഴുവൻ ബലപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മുടെ കൈകൾക്കുള്ളിലെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. അതെപ്പോഴും ഒന്ന് മനസ്സിൽ വെച്ചിരിക്കണം. അല്ലാതെ ഇതിങ്ങനെ പെറുക്കിയെടുക്കാൻ കുഞ്ഞിന് എക്സസൈസ് കൊടുത്തത് കൊണ്ട് കൈയുടെ പ്രവർത്തനം ഒരിക്കലും ശരിയാവുകയില്ല. ഇതിപ്പോൾ പ്രത്യേകിച്ച് കാണിച്ചിരിക്കുന്ന ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒന്ന് നോക്കണം. കൈകൾ മുകളിലേക്ക് ഉയർത്തുക, നേരെ നിന്നിട്ട് കുട്ടിക്ക് നേരെ കൈ മുകളിലേക്ക് ഉയർത്തുകയാണ്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഇത് മുഴുവനായിട്ടും കുഞ്ഞ് ഉയർത്തുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യിക്കാവുന്നതുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് ആണ്. പിന്നെ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം, കൈയുടെ മുട്ട് മടങ്ങിയിരിക്കാൻ പാടില്ല.
കൈ നിവർന്നിരുന്നെങ്കിൽ മാത്രമേ ആ വ്യായാമം ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. അതുപോലെ താഴേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് പുറകിലേക്ക് കൊണ്ടുപോവുക, രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ. മൂന്നാമത്തെ ചിത്രത്തിൽ കാണിക്കുന്നത് വശങ്ങളിലേക്ക് ഉയർത്തുക, കൈ പതുക്കെ സൈഡിലേക്ക് ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരിക, പിന്നെയും അതുപോലെ നല്ലതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുക, തിരിച്ചു കൊണ്ടുവരിക. ഇപ്പം 2 മൂവ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തത് കൈകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് റൊട്ടേഷൻ എക്സസൈസ്. അങ്ങോട്ട് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുപോവുക. അപ്പം കൈകൾ നേരെ ഉയർത്തുക, പുറകിലേക്ക് കൊണ്ടുപോവുക, സൈഡിലേക്ക് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, മുട്ട മടക്കി വെച്ചിട്ട് റൊട്ടേഷൻ എക്സസൈസ്. ഇത്രയും എക്സസൈസ് കുട്ടിക്ക് ചെയ്യണം. ഇത് തോൾഭാഗത്തിന്റെ എക്സസൈസ് ആണ്. അടുത്തത് മുട്ടിന്, കൈമുട്ടിന് കൊടുക്കുന്ന വ്യായാമങ്ങൾ. കൈമുട്ടിൽ ശരിക്കും 2 മൂവ്മെന്റ്സേ ഉള്ളൂ, മടക്കുക, നിവർത്തുക. ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും മേശപ്പുറത്തോ എങ്ങനോ മുട്ട് ഒന്ന് നല്ലതുപോലെ സപ്പോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മുഴുവൻ നിവർത്തുക, മടക്കുക, മടക്കുക, നിവർത്തുക, മടക്കുക. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന എക്സസൈസസ് അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതല്ലേ. അടുത്തത് ഈ മണിബന്ധം അല്ലെങ്കിൽ റിസ്റ്റ് അതുപോലെ അത്രയും സപ്പോർട്ട് ചെയ്ത് വച്ചതിന് ശേഷം താഴേക്ക് മടക്കുക, നേരെ പൊക്കുക, വശങ്ങളിലേക്ക് മടക്കുക. അത് കഴിഞ്ഞ് പിന്നെ മുട്ട മടക്കി വെച്ചിട്ട് ഈ റൊട്ടേഷൻ. ഇത്രയും എക്സസൈസസ് ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. മടക്കുക, പൊക്കുക, 2 വശങ്ങളിലേക്കും ചരിക്കുക, കൈ റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് ഒരുപാട് എക്സസൈസ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു 5 പ്രാവശ്യം ചെയ്യാൻ പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും മടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് വിവിധ തരം പ്രവൃത്തികളിലൂടെ, ഈ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രവൃത്തികൾ ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഈ ഒരു വിദഗ്ധന്റെ സഹായത്തോടു കൂടി വേണം ഈ പ്രവൃത്തികൾ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ആദ്യം സൈക്കിൾ ചവിട്ടുക. ഇത് വലിയ പ്രോബ്ലം ഇല്ലാത്ത ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പതുക്കെ കാലുകൾക്ക് പ്രവർത്തനം നല്ല രീതിയിൽ കാണും, അതേസമയം കൈകൾക്ക് അധികം പ്രവർത്തനങ്ങളില്ല. അപ്പം സൈക്കിൾ ചവിട്ടുമ്പോൾ എല്ലാവരും വിചാരിക്കും സൈക്കിൾ ചവിട്ടുമ്പോൾ കൈക്ക് എന്താ നടക്കുന്നതെന്ന്. പക്ഷേ എത്രയാണെങ്കിൽ സൈക്കിൾ അങ്ങോട്ട് തിരിക്കണമെങ്കിലും ഇങ്ങോട്ട് തിരിക്കണമെങ്കിലും ഒക്കെ ഷോൾഡറും മുട്ടും കൈയും എല്ലാം ഒരുപോലെ ആക്ട് ചെയ്യാം. അത് കൈകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പരിശീലനമാണ് കുട്ടിക്ക് കിട്ടുന്നത്. രണ്ടാമത്തത് ഞങ്ങൾ ഇവിടെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചെയ്യുന്ന എക്സസൈസസ് ആണ് കൈകൾ തറയിൽ ഊന്നി നടത്തിപ്പിക്കുക. ഇതൊരു വിദഗ്ധന്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്യാവുന്ന ഒരു ഉപദേശത്തോടു കൂടി മാത്രം ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്. ഇത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, കുട്ടിയുടെ മൂക്ക് തറയിൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കൈകൾ തറയിൽ ഊന്നുമ്പോൾ കുട്ടിയുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ കുട്ടിയുടെ കൈകളിലേക്ക് വരികയാണ്. അങ്ങനെ ഷോൾഡറും കൈമുട്ടും എല്ലാം ശക്തിപ്പെടുകയാണ്. മൂന്നാമത്തേത്, ഇത് നമുക്ക് വളരെ എന്ത് പ്രവൃത്തി ചെയ്യുവാണെങ്കിലും കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തിയുള്ള കളികളിൽ ഏർപ്പെടാൻ കുട്ടിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. കൈ ഇങ്ങനെ പന്ത് പൊക്കി എറിയുക. ഞങ്ങളിവിടെ പാരൻസിനോട് പറയുന്നത് ബാസ്കറ്റ് ബോൾ വലിയ വിലയില്ലാത്ത ബാസ്കറ്റ് ബോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം വീട്ടിൽ ഉപയോഗിക്കാവുന്നത് നമുക്കിവിടെ എല്ലാ കടകളിലും ലഭ്യമാണ്. അതാകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. രണ്ട് കൈകളും പൊക്കി ആ ബാസ്ക്കറ്റിലേക്ക് ഇടുമ്പോൾ കോർഡിനേഷനും ഇമ്പ്രൂവ് ചെയ്യും. കുഞ്ഞിൻ്റെ കൈകളിലെ തോൾ മുതലുള്ള പേശികൾക്കും നല്ല ഒരു പരിശീലനം കിട്ടുകയാണ്. അടുത്തത് തൂങ്ങിയാടുക. ഇതും എല്ലാം വിദഗ്ധന്റെ ഉപദേശത്തോട് ചെയ്യേണ്ട. അത് ഞാൻ പ്രത്യേകിച്ചും എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. തൂങ്ങിയാടുക പോലെയുള്ള എക്സസൈസസ് വിദഗ്ധന്റെ ഒരു ഉപദേശത്തോടു കൂടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കൈകൾ. അപ്പൊ ഹൈപ്പോടോണിസിറ്റി, ടോൺ കുറവായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ എക്സസൈസസ് ചെയ്യാൻ പാടില്ല. അപ്പൊ കോമൺ ആയിട്ടുള്ള ചില പ്രവൃത്തികൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളത് വിദഗ്ധ സഹായത്തോടു കൂടി വേണം അതെല്ലാം ചെയ്യിക്കാൻ. ഇനി എല്ലാ പാരൻസിനും ഇപ്പം നമ്മളെ ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ പാരൻസും കൂടുതൽ കമ്പ്യൂട്ടറും ഈ മൊബൈൽ ഫോണും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടർ ഗെയിമും ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളുടെ ഈ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ അല്ലെങ്കിൽ കൈയുടെ പ്രവർത്തനം ത്വരിതഗതിയിലാക്കാൻ പറ്റുമോ എന്നങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. അപ്പം എല്ലാ കമ്പ്യൂട്ടർ ഗെയിംസും ഉപയോഗിച്ച് കുട്ടിയുടെ കൈയുടെ പ്രവർത്തനം ത്വരിതഗതിയിലാക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ഗെയിമിനെ ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ എന്നാലും ചില കമ്പ്യൂട്ടർ ഗെയിമുകൾ, വെർച്വൽ റിയാലിറ്റി, നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾ കൂടി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ ഗെയിമുകൾ, ഇവിടെ വെർച്വൽ റിയാലിറ്റി ഗെയിം എന്നാണ് പറയുന്നത്. ഇത് TV സ്ക്രീനിൽ നമുക്ക് കാണാം. ഒരാൾ അതിനകത്തുള്ള കഥാപാത്രം നമ്മളോട് കളിക്കുകയാണ്. അപ്പം നമ്മൾ ബോൾ അടിക്കുമ്പം അതിന് എഗൻസ്റ്റ് ആയിട്ട്, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് TV യിലുള്ള കഥാപാത്രം നമ്മളോട് കളിക്കുന്നതാണ്.
അപ്പോൾ ഇതൊരു പിക്ചറാണ്. പിക്ചർ കണ്ടാലും മതി. ഇപ്പോൾ ഇവിടെ കുട്ടി തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ആ ടി വിയിൽ കാണുന്ന കഥാപാത്രത്തോട് കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ പ്രാപ്തയാക്കുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് കൈ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പം അതിനകത്തുള്ളൊരു ബാറ്റും ഒരു ബോളും ഉണ്ട്. അത് ഉപയോഗിച്ച് കുഞ്ഞ് ബാറ്റ് അടിക്കുമ്പോൾ ആ ബോൾ ചെല്ലുന്നതിനനുസരിച്ച് ആ കഥാപാത്രം നമ്മളോട് കളിക്കും. അതാണ് വെർച്വൽ റിയാലിറ്റി ഗെയിം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ മൊബൈൽ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഡെക്സ്റ്ററി, അങ്ങനെ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ കൂടുന്നത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ഫൈൻ മോട്ടോർ, ഈ വിരലുകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രവൃത്തികൾ, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കുഞ്ഞിൻ്റെ വിരലിൻ്റെ പ്രവൃത്തികൾ കുറച്ചുകൂടെ ത്വരിതഗതിയിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് A, B എന്നുള്ള അക്ഷരങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ട്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിലൂടെ എഴുതുമ്പോൾ ആ A അങ്ങനെ കറക്റ്റായിട്ട് വരും. അതെല്ലാം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ കമ്പ്യൂട്ടർ ഗെയിമുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ കൈയുടെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയുടെ കഴുത്തിലെ മസിലുകളാണെങ്കിലും കയ്യിലെ ഒക്കെ ആണെങ്കിലും നേരെ ഇരുന്നെങ്കിൽ മാത്രമേ കുട്ടിയുടെ ഫൈൻ മോട്ടർ എഴുതാനുള്ളതും ഒക്കെ കുട്ടിക്ക് ശരിയായ രീതിയിൽ എഴുതാനും ഒക്കെ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഷോൾഡർ മുതലെയുള്ള എക്സസൈസ് ഇവിടെ പറഞ്ഞതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം, ഇത് ചികിത്സിച്ച് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ? അങ്ങനെ ചികിത്സിച്ച് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ ചില ഇപ്പോൾ ന്യൂറോ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ, നാഡീസംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയില്ല. പക്ഷെ ഒരു പരിധി വരെ, ഒരു 90% വരെ ഈ കുട്ടിയുടെ കൈയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് പരിശീലനം കൊടുത്ത് മെച്ചപ്പെടുത്താൻ കഴിയും. പിന്നെ വരുന്ന ഒരു കാര്യം, പാരമ്പര്യ രോഗമാണോ എന്ന് ചോദിക്കാം. പക്ഷേ ഒരു പാരമ്പര്യമായിട്ട് കാണുന്ന അസുഖമല്ല കൈയുടെ സ്വാധീനക്കുറവ്. പക്ഷെ എന്നാലും ചില ജനിതക രോഗങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള ജനിതക രോഗങ്ങൾ വഴി ചില പ്രോബ്ലംസ് വരാം. ഇതുപോലെ ഡൗൺ സിൻഡ്രോം വരാം. പിന്നെ അതുപോലെ ക്രോമസോമൽ പ്രോബ്ലംസ് എല്ലാം വന്നിട്ട് കുട്ടിയുടെ കൈ സ്വാധീനക്കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പാരമ്പര്യമല്ല, പാരമ്പര്യ രോഗങ്ങളിൽ കൂടി അനുബന്ധിച്ച് നമുക്ക് ഈ കൈയുടെ സ്വാധീനക്കുറവ് കണ്ടുവരുന്നതാണ്. ഇനി എത്ര നാൾ പരിശീലനം കൊടുക്കണം? അപ്പോൾ ഓരോ കുട്ടിയുടെയും ശാരീരിക നില, ഇപ്പം നമ്മളൊക്കെ ഒരു സ്കെയിൽ പോലെ വെച്ചിട്ടുണ്ട്, ഇത്രത്തോളമാണ് ഇത്, ഒരു 50-ൽ ഒരു 30% കുട്ടിക്ക് പ്രവർത്തനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ പെട്ടെന്ന് നമുക്ക് പരിശീലിപ്പിച്ച് കുട്ടിയുടെ കൈയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ കുട്ടിയുടെ ശാരീരിക നില അനുസരിച്ചിട്ടാണ് ഓരോ കുട്ടിയുടെയും ചികിത്സ ഞങ്ങൾ നിശ്ചയിക്കുന്നത്. പിന്നെ അതുപോലെ മൊത്തമായുള്ള ചലനങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി മൊത്തമായുള്ള ചലനങ്ങളിൽ നിന്നാണ് സൂക്ഷ്മ ചലനങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ സൂക്ഷ്മ ചലനങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് നമ്മുടെ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് നമ്മളുടെ കൂടെയുണ്ട്. നമസ്കാരം. ഈ ചർച്ചയുടെ ഭാഗമായി സൂക്ഷ്മ ചലനത്തെ പറ്റി ആണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പം സൂക്ഷ്മ ചലനങ്ങൾ, മൊത്തമായ ചലനത്തെ പറ്റി നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് സംസാരിച്ചു കഴിഞ്ഞു. സൂക്ഷ്മ ചലനങ്ങൾ എന്ന് പറയുന്നത് മൊത്തമായ ചലനത്തിൽ നിന്നുമാണ് സൂക്ഷ്മ ചലനങ്ങൾ രൂപപ്പെടുന്നത്. എന്തൊക്കെയാണ് സൂക്ഷ്മ ചലനങ്ങൾ എന്ന് നോക്കാം നമുക്ക്. സൂക്ഷ്മ ചലനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ പേശികൾ, നമ്മൾ ചെറിയ മസിൽസ് യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് സൂക്ഷ്മ ചലനം എന്ന് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യമായിട്ടുള്ളതാണ് എത്തിപ്പിടിക്കുക എന്നുള്ളത്. ഒരു 6 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ പ്രായമായ ഒരു കുഞ്ഞ് ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പം അതും ഒരു തരത്തിലുള്ള സൂക്ഷ്മ ചലനമാണ്. അതാണ് ഒരു കുഞ്ഞ് ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ആ സാധനം പിടിക്കുക, എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്തതായി പിടിക്കുക എന്നുള്ളതാണ്. പിടിക്കുന്നതും ഓരോരുത്തരും പലതരത്തിലായിരിക്കും. ആ വസ്തുവിൻ്റെ പ്രവർത്തനത്തിനും അതിൻ്റെ ആകൃതിക്കും അനുസരിച്ചായിരിക്കും നമ്മൾ പിടിക്കുക. ഒരു ഗ്ലാസ് പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു തരത്തിലായിരിക്കും പിടിക്കുക. പക്ഷെ ഒരു കവർ അത് പിടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു തരത്തിലായിരിക്കും പിടിക്കുക. അപ്പം ഓരോ വസ്തുവിൻ്റെയും ഉപയോഗവും ആകൃതിയും അനുസരിച്ചായിരിക്കും നമ്മൾ പിടിക്കുക. അടുത്തതായി വിടുക. ഇത് ഒരു പ്രോസസ്സാണ്. എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക, പിടിക്കുക, അത് കഴിഞ്ഞ് വിടുക. വിടുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കയ്യിൽ നിന്ന് താഴെ വീണു പോകുക, അങ്ങനെ ഒരു ഉദ്ദേശമല്ല. നമ്മൾ കുഞ്ഞ് അറിഞ്ഞുകൊണ്ട് തന്നെ താഴെ വയ്ക്കുക, സ്വയം ബോധത്തോടു കൂടി താഴെ വയ്ക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുക. ഭാരമേറിയതാകട്ടെ ഭാരമില്ലാത്തതാകട്ടെ, ഓരോ ഭാരമേറിയതായാലും ഭാരമില്ലാത്തതായാലും നമ്മൾ ഓരോന്നും പലതരത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക. ഒരു ഭാരമേറിയ പുസ്തകം കൈകാര്യം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു ഭാരമില്ലാത്ത കാലി ബോട്ടിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും ആ ഒരു വെയിറ്റ് നമ്മൾ കൊടുക്കത്തുള്ളൂ, ആ ഒരു പ്രഷറെ കൊടുക്കത്തുള്ളൂ.
അപ്പൊ അത് വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വസ്തുക്കൾ മാറ്റി വെക്കുക, അതെല്ലാം ഇതിൽ വരും. അടുത്തതായി കൈകൾക്കുള്ളിൽ വെച്ച് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. കൈകൾക്കുള്ളിൽ വെച്ച് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെയാണ്. ഒരു നാണയം ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ നാണയം ഒരു മേശപ്പുറത്തിരിക്കുമ്പോൾ അതിനെ പെറുക്കി എടുക്കുക, തിരിച്ച് കയ്യിൽ നിന്നും നാണയം തിരിച്ചു വെക്കുക, ഇതെല്ലാം കൈകൾക്കുള്ളിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അടുത്തതായി മുത്തുകോർക്കുക. മുത്തുകോർക്കുക നമ്മൾ പൊതുവെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് മുത്തുകോർക്കുക എന്ന് പറയുന്നത്. അടുത്തതായി വിരലുകളുടെ പ്രാധാന്യം. നമ്മുടെ 5 വിരലും നമുക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തള്ളവിരൽ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇതിലുള്ള എല്ലാ പ്രവൃത്തികളിലും തള്ളവിരലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എല്ലാത്തിലും തള്ളവിരലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് തള്ളവിരലോട് കൂടിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡ്രസ്സിങ്, ഒരുങ്ങാനാണെങ്കിലും ഉടുപ്പിടാനാണെങ്കിലും എഴുതാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് തള്ളവിരൽ കൂടിയേ തീരത്തുള്ളൂ. അപ്പം തള്ളവിരലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിരലാണ്. പിന്നെ അടുത്തതായി ചൂണ്ടുവിരലും മധ്യവിരലും. നമ്മൾ എഴുതുവാനെല്ലാം ചൂണ്ടുവിരലും മധ്യവിരലും തള്ളവിരലും ഇത് 3ഉം ഉപയോഗിച്ചാണ് എഴുതുന്നത്. അപ്പൊ ഈ 3 വിരലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിനർത്ഥം മറ്റ് 2 വിരൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, മെയിനായിട്ട് നമ്മൾ ഹാൻഡ് ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ 3 വിരലാണ്. സൂക്ഷ്മ പ്രവൃത്തിയുടെ പ്രശ്നങ്ങളെ പറ്റിയും എല്ലാം നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് പറഞ്ഞു തന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ സൂക്ഷ്മ പ്രവൃത്തി എങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തന്നു. ഇനി നമുക്ക് അതിന് എന്തൊക്കെ ചെയ്യാം, നമുക്ക് മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ചെറിയ പ്രായം മുതലേ കുഞ്ഞു പ്രായം മുതലേ സൂക്ഷ്മ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നും പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചിരുത്തി എഴുതിപ്പിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കളറിംഗ് പോലെ ചെയ്യിക്കാം, ഒരു പേന കൊടുത്തിട്ട് അത് കുത്തി വരയ്ക്കാനായിട്ട് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കാം, പിന്നെ നാണയം ഇടാനായിട്ടെല്ലാം പറയാം. ഇങ്ങനെയുള്ള പേപ്പർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് പതുക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. ഒരു 2-2.5 വയസ്സാകുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൊത്തമായി കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കുറച്ചായിട്ട് കുട്ടീനെ നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാം. അപ്പം ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നതിലൂടെ കൂടി സൂക്ഷ്മ പ്രവൃത്തികൾ മാത്രമല്ല ഡെവലപ്പ് ആവുന്നത്, അതിൽ കൂടി കണ്ണും കൈയും ഏകോപിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവും കുഞ്ഞിന് കൂടുകയാണ് ചെയ്യുന്നത്. അടുത്തതായി വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് പ്രവൃത്തികളാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ബട്ടൺസ് എല്ലാവരുടെ വീട്ടിലും ലഭ്യമായിട്ടുള്ള ഒരു സാധനമാണ് ബട്ടൺസ്. അത് നമുക്ക് ഫോർസെപ്സ് ഉപയോഗിച്ച്, ഇപ്പൊ എല്ലാ കടകളിലും ലഭ്യമായിട്ടുള്ള സാധനമാണ് ഫോർസെപ്സ് അല്ലെങ്കിൽ പ്ലക്കർ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് ഈ 2 വിരലുകൾ തള്ളവിരലും ചൂണ്ടുവിരലും വെച്ച് അതിനെ പെറുക്കിയെടുക്കാനായിട്ട് കുട്ടീനെ പഠിപ്പിക്കുക. ഇതിൽ കൂടി റൈറ്റിംഗ്, കൈയക്ഷരം സ്കില്ലെല്ലാം നന്നായിട്ട് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വീട്ടിൽ ബട്ടൺ പെഗ് ബോർഡാണ്. അത് വീട്ടിലെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മളുടെ നോട്ടീസ് ബോർഡിലൊക്കെ ഒട്ടിക്കുന്ന പിന്നുണ്ട്, ബോർഡ് പിൻ എന്ന് പറയും, അത് വെച്ച് ഒട്ടിച്ച് അത് പ്രസ് ചെയ്യാനായിട്ട് കുട്ടീനെ നമുക്ക് പഠിപ്പിക്കാം. ഇതെല്ലാം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രവൃത്തികളാണ്. പിന്നെ പേപ്പർ, ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രവൃത്തി. ഒരു പേപ്പർ ചുരുട്ടിയിട്ട് പന്തിന്റെ ആകൃതിയിലാക്കുക. അപ്പം ആദ്യം ഈ പ്രവൃത്തി 2 കൈകൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. 2 കൈകൾ ഉപയോഗിച്ച് പേപ്പർ നന്നായി ചുരുട്ടി ഒരു പന്തിന്റെ ആകൃതിയിലാക്കുക. ഇത് ചെയ്യുമ്പോൾ കുട്ടിയുടെ ബലം കൂടും. ഇത് കൂടുന്നതിനനുസരിച്ച് പിന്നീട് അത് 2 കൈകളിലും മാറി ഓരോ കൈകളിലായിട്ട് ചെയ്യുക. ഇപ്പൊ ഏത് കൈക്കാണ് കൂടുതൽ വിലക്കുറവ് എന്ന് വെച്ചാൽ ആ കൈ കൂടുതലായി ഉപയോഗിക്കുക. അപ്പം വലത് കൈ നന്നായി യൂസ് ചെയ്യുന്നുണ്ട് കുഞ്ഞ്, ഇടത് കൈക്കാണ് ഇച്ചിരി വീക്ക്നെസ് എന്നുണ്ടെങ്കിൽ ഇടത് കൈ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം 2 കൈയും ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഈ ബലമുള്ള കൈയായിരിക്കും കൂടുതലായിട്ട് പിടിക്കാൻ ശ്രമിക്കുക. ഇടത് അധികം യൂസ് ചെയ്യില്ല. അപ്പം ഇടത് കൈ ആണ് സ്വാധീനക്കുറവെങ്കിൽ ആ കൈ തന്നെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക.
അടുത്തതായി സ്പോഞ്ച് ഉപയോഗിച്ച് സ്പോഞ്ച് മാത്രമായി വീട്ടിൽ അമർത്താനും പിഴിയാനും എല്ലാം പരിശീലിപ്പിക്കാം. അത് കഴിഞ്ഞ് സ്പോഞ്ചിൽ കുറച്ച് വെള്ളം മുക്കി ചെയ്യിപ്പിക്കാം. വെള്ളം മുക്കി ചെയ്യിപ്പിക്കുമ്പോൾ എന്താ പറ്റുക, സ്പോഞ്ചിന്റെ റെസിസ്റ്റൻസ് കൂടും. അപ്പം പിഴിയാൻ ഇച്ചിരി കൂടി പാടായിരിക്കും. അപ്പം നമ്മൾ കുറച്ചും കൂടെ ബലം കൊടുത്ത് പിഴിയിപ്പിക്കണം. അപ്പം വിരലുകളുടെ പേശികൾക്ക് ബലം കൂടും. അമർത്തിക്കാം, പിഴിയിപ്പിക്കാം, ഈ റൊട്ടേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ വരും. അടുത്ത സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുക. സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട്, നമ്മൾ ചെടിക്കൊക്കെ അടിക്കുന്ന സ്പ്രേ ബോട്ടിലാണിത്, അതിൽ വെള്ളം നിറച്ചിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് കുഞ്ഞിനെ പരിശീലിപ്പിക്കാം. അടുത്തത് കാണിക്കപ്പെട്ടിയിൽ നാണയം ഇടുക. ആദ്യം നാണയം ഇടാൻ ചില കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ആ ഒരു ചെറിയൊരു ദ്വാരത്തിൽ കൂടി നാണയം ഇടാൻ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ദ്വാരം ഇച്ചിരി വലുതാക്കിയിട്ട് വലിയ കോയിൻസ് ഇടാനായിട്ട് കുഞ്ഞിനെ പരിശീലിപ്പിക്കുക. കുഞ്ഞിന് ഐ ഹാൻഡ് കോർഡിനേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെറിയ കോയിൻസ് യൂസ് ചെയ്ത് ഇടാനായിട്ട് കുഞ്ഞിനെ പരിശീലിപ്പിക്കാം. പിന്നെ കത്രിക ഉപയോഗിച്ച് പരിശീലിപ്പിക്കാം. ഇതൊരു 3 വയസ്സ് ഒക്കെ കഴിയുമ്പോഴേ നമ്മൾ കത്രിക ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്രിക ഉപയോഗിക്കുന്നത് പാരന്റ്സിന്റെ മുന്നിലാണ്. പാരന്റ്സിന്റെ സഹായത്തോടെ മാത്രമേ കത്രിക ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കാൻ പാടുള്ളൂ. പിന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കത്രിക അല്ലെങ്കിൽ മൂർച്ച കുറഞ്ഞ കത്രിക വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പരിശീലിപ്പിക്കേണ്ടത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ആ ഹാൻഡ് അത് പിടിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് കുഞ്ഞിനെ പഠിപ്പിക്കുക. എന്നിട്ട് ആ ഒരു ലൈൻ ഒരു പേപ്പറിൽ ഒരു വര വരച്ചിട്ട്, നല്ല കട്ടിയായിട്ട് മാർക്കറോ സ്കെച്ച് പെന്നോ എന്തെങ്കിലും കൊണ്ട് വര വരച്ചിട്ട് അതിന്റെ പുറത്തുകൂടി കട്ട് ചെയ്യാനായിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കുക. ഒത്തിരി കാർഡ്ബോർഡ് അങ്ങനത്തെ ഒന്നും എടുക്കണ്ട, പേപ്പർ പോലെയുള്ള, പക്ഷെ ഒത്തിരി ഇതുപോലെയുള്ള പേപ്പർ അല്ല, കുറച്ചും കൂടെ ഒരു കട്ടിയുള്ള പേപ്പർ കുഞ്ഞിനെ പിടിച്ച് ചെയ്യാൻ എളുപ്പത്തിന്. ഈ ഇതാകുമ്പോൾ കുറച്ച് കഴിയുമ്പം വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ വളഞ്ഞു പോകാതെ കുറച്ചും കൂടെ ദൃഢതയുള്ള പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്യാനായിട്ട് കുഞ്ഞിനെ സഹായിക്കുക. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓരോ ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്യിപ്പിക്കാം. സ്ട്രെയിറ്റ് ലൈൻസ്, സ്പൈറൽസ്, റൗണ്ട്, പിന്നെ ചതുരം, അങ്ങനെ ഓരോ ഷേപ്സ് എല്ലാം കട്ട് ചെയ്യാനായിട്ട് കുട്ടീനെ പഠിപ്പിക്കാം. പിന്നെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ക്ലേ ഉപയോഗിച്ചുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ക്ലേ ചില കുഞ്ഞുങ്ങൾ വായിൽ വെക്കും, വായിലിടും. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ചപ്പാത്തി മാവ് ഉപയോഗിച്ച് ചെയ്യാം ഈ ആക്ടിവിറ്റീസ്. അപ്പൊ ആദ്യം നമ്മൾ 2 കൈ ഉപയോഗിച്ചാണ് ഈ ചെയ്യേണ്ടത്. ക്ലേ നന്നായിട്ട് അമർത്തുക, അതുപോലെ സ്ക്വീസ് ചെയ്യുക, പിന്നെ ചപ്പാത്തി മാവ് ഇങ്ങനെ പരത്തുന്ന പോലെ വിരലുകൾ നന്നായിട്ട് അമർത്തി പരത്തുക. അപ്പം അതെല്ലാം കാരണം വിരലുകളുടെ പേശി നന്നായിട്ട് ബലപ്പെടുന്നു. ഈ 2 കൈയിൽ ചെയ്യുന്ന ആക്ടിവിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കൈയിലും മാറി മാറി ഓരോ കൈയിലായിട്ട് ചെയ്യുക. പിന്നെ അവസാനം കാണുന്ന പിക്ചർ, ഈ വിരലുകൾക്കിടയിലുള്ള പേശി, ഇത് നമ്മളെല്ലാവരും വിട്ടുപോകുന്ന ഒരു ഇതാണ്. വിരലുകൾക്കിടയിലുള്ള പേശി നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. അപ്പൊ വിരലുകൾക്കിടയിലുള്ള പേശിയിൽ കുറച്ച് 2 വിരലുകളുടെ ഇടയിലായിട്ട് കുറച്ച് ചപ്പാത്തി മാവ് വെച്ച് അത് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് നന്നായി അമർത്തി പ്രസ് ചെയ്യിപ്പിക്കുക. ആദ്യം കുറച്ച് മാവ് അല്ലെങ്കിൽ കുറച്ച് ക്ലേ വെക്കുക. കുഞ്ഞിന് ആ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇച്ചിരി കട്ടിയായിട്ടുള്ള ചപ്പാത്തി മാവ് നല്ല കട്ടിയിൽ കുഴച്ച് വെക്കുക. എന്നിട്ട് കുഞ്ഞിനോട് നന്നായി അമർത്താൻ പറയാം. കുഞ്ഞിന് അത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിട്ട് കളയരുത്. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിന് സ്വാധീനക്കുറവുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞിന് പറ്റാത്തത് എന്നാണ്. അപ്പൊ അത് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ കുഞ്ഞിന് കൈക്ക് ബലം വരും. അടുത്തത് ക്ലിപ്പ് ഉപയോഗിച്ചുള്ള ആക്ടിവിറ്റീസ് ആണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്ന ചിത്രം നോക്കുക. ആദ്യം നമ്മൾ ക്ലിപ്പ് കൊടുക്കുമ്പോൾ ഒരു കട്ടിയുള്ള ഒരു പ്രതലത്തിൽ, ഒരു ബോക്സ് പോലെയോ അങ്ങനെ എന്തിലെങ്കിലും ഒരു ഇതില് ക്ലിപ്സ് ഫിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കുക. അതിനുശേഷം മുത്ത് പെറുക്കിയിടുക. ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മുത്ത് പെറുക്കിയിടാൻ പഠിപ്പിക്കാം. അല്ലെങ്കിൽ കോട്ടൺ ബോൾസ്, പഞ്ഞി കൊണ്ട് പന്ത് രൂപത്തിലാക്കി അതിനെ പിടിച്ച് ഇടാനായിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കാം. ഇങ്ങനത്തെ പ്രവൃത്തികളെല്ലാം ചെയ്യിക്കാം. പിന്നെ ആദ്യം നമ്മൾ ക്ലിപ്പ് കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ക്ലിപ്സ് അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ ക്ലിപ്സ് വേണം ആദ്യം കൊടുക്കാൻ. പിന്നെ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ ദൃഢതയുള്ള ക്ലിപ്പ്, സ്റ്റീൽ ക്ലിപ്സ്, അങ്ങനത്തെ ക്ലിപ്പൊക്കെ നമുക്ക് കുട്ടിക്ക് കൊടുക്കാം. അപ്പം ഈ പറഞ്ഞ എല്ലാ പ്രവൃത്തികളും ഈ വീട്ടിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു വിദഗ്ധന്റെ സഹായത്തോടു കൂടി,
ഫസ്റ്റ് കൈക്ക് സ്വാധീനക്കുറവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധനെ സഹായം തേടുക. എന്നിട്ട് അതിനനുസരിച്ച് കുട്ടിക്ക് എന്താണ് കുട്ടിയുടെ പ്രശ്നമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ടൈമിംഗ്, സ്കൂളിൽ മെയിനായിട്ട് ഈ പ്രശ്നം വരുന്നതാണ് ഈ ടൈമിംഗ്. കുട്ടി കറക്റ്റ് സമയത്തിന് എഴുതുന്നുണ്ട്, പക്ഷെ ഭയങ്കര സ്ലോ ആണ്. അപ്പം കാരണം നമ്മൾ വീട്ടിൽ തന്നെ കുട്ടീനെ ഡിമാൻഡ് ചെയ്യുന്നില്ല, ഈ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. അത് ഫിനിഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ അത് തീർത്താൽ മതി എന്നേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ ആ ഒരു ടൈമില് ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ടേ ട്രെയിൻ ചെയ്യിക്കുക. ഇപ്പൊ ഒരു കോയിൻ ഇടുന്നതാണെങ്കിൽ, നാണയം ഒരു നാണയ പെട്ടിക്കുള്ളിൽ ഇടുന്നതാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് കുട്ടി ഇന്ന് 10 കോയിൻസ് ആണ് ഇട്ടെങ്കിൽ നാളെ അത് 45 സെക്കൻഡ്സ് കൊണ്ട് ഈ 10 കോയിൻ ഇടുക. അതിന്റെ 3-ാമത്തെ ദിവസം 30 സെക്കൻഡ്സ് കൊണ്ട് ഈ 10 കോയിൻസ് ഇടുക. അങ്ങനെ കുട്ടീനെ ട്രെയിൻ ചെയ്യിക്കുക. അല്ലെങ്കിൽ 20 കോയിൻസ് ഈ 1 മിനിറ്റ് കൊണ്ട് ഇടുക. അങ്ങനെ കുട്ടീനെ ഈ ടൈം ഇത് ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരിക. നെക്സ്റ്റ് കൈയക്ഷരം. ഈ കൈയക്ഷരമാണ് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും പ്രശ്നം വരുന്ന ഒരു ഏരിയ ആണ് കൈയക്ഷരം എന്ന് പറയുന്നത്. അപ്പം നല്ല കൈയക്ഷരം വരണമെങ്കിൽ നമ്മുടെ ഈ മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നാലേ പറ്റത്തുള്ളൂ. മസിൽ സ്ട്രെങ്ത്, മസിൽ പവർ ഉണ്ടെങ്കിൽ നല്ല കൈയക്ഷരം കുട്ടിക്ക് വരത്തുള്ളൂ. അപ്പൊ ഈ നേരത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞ പോലെ തള്ളവിരലും ചൂണ്ടുവിരലും മധ്യവിരലും ഈ 3 വിരൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ചില കുഞ്ഞുങ്ങൾ ഈ 5 കൈകളും ഉപയോഗിച്ചും എഴുതാറുണ്ട്. ഈ താഴെ കാണിക്കുന്ന ചിത്രത്തിൽ നോക്കൂ നിങ്ങൾ. 10 മാസത്തിൽ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പാറ്റേൺ ആണ്. 10 മാസത്തിൽ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ഒരു കുട്ടി ഒരു സാധനം പിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിൽ 1-1.5 വയസ്സാവുമ്പോഴത്തേക്കും പേന പിടിച്ച് കുത്തി വരയ്ക്കാൻ തുടങ്ങും. മൂന്നാമത്തെ ചിത്രത്തില് ഈ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് പേന തിരിച്ചു പിടിച്ച് കുത്തി വരയ്ക്കുക, എഴുതാനൊക്കെ ട്രൈ ചെയ്യും. 3 മുതൽ 4 വയസ്സിലാണ് ശരിക്കും കുഞ്ഞ് 3 വിരൽ അല്ലെങ്കിൽ 4 വിരൽ, ഈ 3 വിരൽ കുറച്ച് സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ 4ാമത്തെ വിരലും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് എഴുതി തുടങ്ങുന്നത്. 5 മുതൽ 6 വയസ്സാവുമ്പോഴത്തേക്കും നല്ല രീതിയിൽ എഴുതാൻ തുടങ്ങും. ഇതാണ് ശരിക്കുമുള്ള ഒരിത്. പിന്നെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നേരത്തെ സ്കൂളിൽ ചേർത്ത് നേരത്തെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നേരത്തെ എഴുതി തുടങ്ങുന്നുണ്ട്. അപ്പം ഈ 5 വിരലും ഉപയോഗിച്ച് എഴുതുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 വിരല് അത് മടക്കി പിടിച്ച് നമുക്ക് എഴുതാനായിട്ട് ട്രെയിൻ ചെയ്യാം. എന്തെങ്കിലും പഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പേപ്പർ എടുത്തിട്ട് കുഞ്ഞിനോട് പറയാം ഈ 2 വിരലും മടക്കി വെക്കാൻ പറയാം, ഇല്ലെങ്കിൽ ഇത് പിടിച്ചേക്കാൻ പറയാം. എന്നിട്ട് അങ്ങനെ എഴുതി പരിശീലിപ്പിക്കാം. അല്ലെങ്കിൽ പ്ലാസ്റ്റർ അല്ലെങ്കിൽ മൈക്രോപോർ അതെന്തെങ്കിലും ഈ 2 വിരൽ ചേർത്ത് ഒട്ടിക്കുക. എന്നിട്ട് അങ്ങനെ എഴുതാനായിട്ട് പഠിപ്പിക്കാം. അങ്ങനെ എഴുതി കുഞ്ഞിന് പ്രാക്ടീസ് ആവും. ഈ 3 വിരൽ ഉപയോഗിച്ചാണ് എഴുതേണ്ടതെന്നുള്ളത് കുഞ്ഞിന് മനസ്സിലാവും. അടുത്ത കൈയക്ഷരം മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം കൈക്ക് കുഞ്ഞിന് ചിലപ്പം സ്വാധീനക്കുറവ് അത് നമ്മൾ നേരെയാക്കി, എന്നിട്ടും കുഞ്ഞ് എഴുതുന്നില്ല. ഇത്രയും ട്രെയിനിങ് ചെയ്തു കുഞ്ഞിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചിട്ടും കുഞ്ഞ് എഴുതുന്നില്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് കുഞ്ഞ് എഴുതുന്ന രീതി ശരിയാണോ, ഇരിക്കുന്നത് അതൊക്കെ ശരിയാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പം എപ്പോഴും കുഞ്ഞ് നിവർന്നിരുന്ന് തന്നെ എഴുതാനായിട്ട് കുഞ്ഞിനെ നട്ടൽ നിവർത്തിയിരുന്ന് എഴുതാൻ തന്നെ കുട്ടീനെ പരിശീലിപ്പിക്കുക. തറയിൽ ഇരുന്ന് എഴുതുക, കമിഴ്ന്ന് കിടന്ന് എഴുതുക, അതെല്ലാം കുഞ്ഞിന്റെ മൊത്തമായുള്ള ചലനങ്ങളെയും ബാധിക്കും, അതുപോലെ തന്നെ സൂക്ഷ്മ ചലനങ്ങളെയും ബാധിക്കും. അതുപോലെ കുഞ്ഞിന്റെ ചെസ്റ്റ് ലെവലിലായിരിക്കണം കുഞ്ഞ് എഴുതാൻ ഇരിക്കുന്ന ടേബിള്. എന്നാലേ കുഞ്ഞിന് കൈ അതിന്റെ പുറത്ത് സപ്പോർട്ട് ചെയ്ത്, എഴുതുന്ന കൈ അതിന്റെ പുറത്ത് സപ്പോർട്ട് ചെയ്ത് വെച്ച് നോക്കി എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ ആദ്യത്തെ പിക്ചറിൽ കാണുന്ന പോലെയാണ് ശരിയായിട്ടുള്ള സിറ്റിംഗ് പോസ്ചർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് ശരിയായ രീതിയിൽ പേന പിടിക്കുക. മേശപ്പുറത്ത് കൈ റെസ്റ്റ് ചെയ്ത് അതിൽ വേണം പേന പിടിച്ച്. പിന്നെ ഇടത് കൈ, ഇപ്പൊ വലത് കൈ വെച്ചാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇടത് കൈ ബുക്കിന് മുകളിൽ അല്ലെങ്കിൽ ആ പേജിന് മുകളിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് വേണം നമ്മൾ എഴുതേണ്ടത്. ഇത്രയും ചെയ്തിട്ടും കുഞ്ഞിന് എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഈ 3 വിരൽ നമ്മൾ ഇത്രയും ട്രെയിനിങ് കൊടുത്തു, പറ്റുന്നില്ല, എന്നിട്ടും കുഞ്ഞിന് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പേന പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ മറ്റു മാർഗങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഈ മറ്റു മാർഗങ്ങൾ?
അപ്പം വലിപ്പം കൂടിയ പേന അത് കൊടുക്കാം. അപ്പം നമ്മുടെ ജംബോ ക്രയോൺസ് അല്ലെങ്കിൽ മാർക്കർ പെൻ, ഇതൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ചെറിയ സാധനങ്ങൾ പിടിക്കാൻ, സൂക്ഷ്മമായ സാധനങ്ങൾ പിടിക്കാനായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ട്. പക്ഷെ വലുതായിട്ടുള്ളതാണെങ്കിൽ ഇച്ചിരി കൂടി അവർക്ക് പിടിക്കാനും പറ്റും. അല്ലെങ്കിൽ ഈ പേന പിടിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും റബ്ബർ കൊണ്ട് ചുറ്റി അങ്ങനെ ചെയ്യാം. നമ്മളുടെ ഈ ചില പേനകളിലെല്ലാം ഗ്രിപ്പർ കാണും, സെല്ലോ ഗ്രിപ്പർ പേന. അത് വേണമെങ്കിൽ ആ പേനയിൽ നിന്ന് എടുത്തിട്ട് ഈ പെൻസിലിലോട്ട് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റർ, നമ്മൾ മുറിവിലൊക്കെ ഒട്ടിക്കുന്ന പ്ലാസ്റ്റർ ഉണ്ട്, അത് ഈ കുഞ്ഞ് പിടിക്കുന്ന ഭാഗത്ത് നല്ല കട്ടിയായി ചുറ്റിയിട്ട് അതിന്റെ പുറത്ത് പിടിച്ച് കുഞ്ഞിനെ എഴുതാനായിട്ട് സഹായിക്കാം. അപ്പൊ കുഞ്ഞിന് കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടും. അല്ലെങ്കിൽ ഒട്ടും പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ പന്ത് ഉണ്ടല്ലോ, നമ്മളെ ബോളില് ഉള്ളിൽ കൂടി പേന കയറ്റിയിട്ട് അത് പിടിച്ച്, അപ്പൊ അതാകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടല്ല. കൈക്കൊക്കെ ഇതുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ടവൽ, ഇതുപോലെ ടവൽ, പേനയ്ക്ക് ടവല് ചുറ്റിയിട്ട് അത് കെട്ടിവെച്ച് അതിന്റെ പുറത്ത് പിടിച്ച് എഴുതിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്ലേ, അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു ക്ലേ. ഇതൊന്നും ഇല്ലെങ്കിൽ ക്ലേ, വീട്ടിൽ ക്ലേ കാണുമല്ലോ, കുഞ്ഞ് എവിടെയാ പിടിച്ചെഴുതുന്നത് അവിടെ ക്ലേ അവിടെ പ്രസ് ചെയ്ത് കുഞ്ഞിന്റെ കൈ വെച്ചിനെ നമ്മൾ അമർത്തുക. അപ്പൊ ആ ഒരു ഇംപ്രഷൻ വരും. അപ്പൊ അതിന്റെ തന്നെ കുഞ്ഞിനെ എഴുതിപ്പിക്കാം. അതും നല്ലൊരു മോഡിഫിക്കേഷൻ ആണ്. പിന്നെ ഇപ്പം നമ്മൾ റൈറ്റിങ്ങും പറഞ്ഞു. ദൈനംദിന ജീവിതത്തിൽ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ, നേരത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞ പോലെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യത്തിനും കൈ അത്യാവശ്യമാണ്. ഇപ്പം സിബ് ചെയ്യാൻ പറ്റുന്നില്ല, ഉടുപ്പിടാൻ പറ്റുന്നില്ല, ഇത്രയും എക്സസൈസ് ചെയ്തു എന്നിട്ടും പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും വേറൊരു മാർഗം സ്വീകരിക്കാവുന്നത്? ഈ ഷർട്ടില് വെൽക്രോസ് വെക്കാം, അല്ലെങ്കിൽ ഷൂസിൽ വെൽക്രോസ് വെക്കാം. അങ്ങനത്തെ അപ്പൊ കുഞ്ഞിന് സ്വന്തം, നമുക്ക് മെയിൻ ആയിട്ട് എന്താ, കുഞ്ഞിനെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പം ഇതൊക്കെ കുഞ്ഞിന് സ്വന്തമായി ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസ് വരും. അതുപോലെ തന്നെ ഷർട്ടിന്റെ ബട്ടൺസ്, ഇപ്പം ബട്ടൺസ് സാധാരണ ഇപ്പോൾ ഉള്ള ഷർട്ടിനൊക്കെ ഭയങ്കര ചെറിയ ചെറിയ ബട്ടൺസ് ആണ് വരുന്നത്. അതിടാൻ നമുക്ക് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ബട്ടൺസ് കുഞ്ഞിനെ ഇട്ട് പരിശീലിപ്പിക്കുമ്പോൾ ഒരിക്കലും ആദ്യം സ്വന്തമായി ബട്ടൺസ് ഇട്ട് പരിശീലിപ്പിക്കുന്നതിനേക്കാളും ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പഴയ ഷർട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ വലിയ ബട്ടൺസ് മേടിക്കുക, എന്നിട്ട് അതവിടെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഹോളും ഇച്ചിരി വലുതാക്കിയിട്ട് ഫസ്റ്റ് ബട്ടൺസ് അല്ലാതെ കുഞ്ഞ് കാണണം അതെങ്ങനെയാ ഇടേണ്ട, ആ ഒരു മെക്കാനിസം മനസ്സിലാക്കണം. അതിനുശേഷം സ്വന്തമായി ബട്ടൺസ് ഇട്ട് പരിശീലിപ്പിക്കാവുന്നത്. അപ്പൊ ആദ്യം വലിയ ബട്ടൺസ് ഇട്ട് പരിശീലിപ്പിക്കാം, അത് കഴിഞ്ഞ് ബട്ടൺസിന്റെ ആ സൈസ് നമുക്ക് കുറയ്ക്കാം. അതുപോലെ തന്നെയാണ് ഷൂ ലേസിങ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യം ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഷൂ ലേസിങ് ആദ്യം പഠിപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും രണ്ട് കളർ തന്നെ വേണം. വേറെ നിറങ്ങളാണെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് ഏത് നോട്ട് എവിടെ വന്നു ഇതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം വലിയ ഇച്ചിരി വീതി കൂടിയ ലേസ് തന്നെ യൂസ് ചെയ്യുക ആദ്യം ചെയ്യുമ്പോൾ. പിന്നെ ബ്രഷിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വലിയ ഹാൻഡിലുള്ള ബ്രഷ് കിട്ടും. അതുപോലെ സ്പൂൺ വെച്ച് കോരി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒക്കെ ഇതുപോലെ അഡാപ്റ്റേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. വിരൽ മടങ്ങിയിരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വിവിധ തരം സ്പ്ലിൻസ് ഉണ്ട്. അത് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കുഞ്ഞിന്റെ പ്രശ്നം എന്താണെന്നും ഏത് സ്പ്ലിന്റ് ആണ് വേണ്ടത് എന്നും. അതിനനുസരിച്ച് കുഞ്ഞിന്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും അത് നിർദ്ദേശിക്കുന്നത്. ഇനി ചില സംശയങ്ങൾ മാതാപിതാക്കൾ ഞങ്ങളോട് തുടർച്ചയായി ചോദിക്കുന്ന ചില സംശയങ്ങളാണ്, അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇനി ഏത് പ്രായം മുതലുള്ള കുട്ടികളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്? കൈകൾക്കുണ്ടാകുന്ന സ്വാധീനക്കുറവ് കണ്ടുപിടിക്കാൻ പ്രായപരിധി ഉണ്ടെന്ന് മാതാപിതാക്കൾ ചോദിക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജനിച്ച് വീണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൈക്ക് സ്വാധീനക്കുറവ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം മാതാപിതാക്കൾ പറയുന്നത് ഒരു കൈക്ക് പ്രവർത്തനശേഷി കുറവാണെന്നല്ല പറയുന്നത്, സാധാരണ മറ്റേ കൈ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നു അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം മറ്റേ കൈ കൂടുതലായിട്ട് മൂവ് ചെയ്യുകയല്ല, അതേസമയം ഈ കൈക്ക് പ്രവർത്തനശേഷി കുറവായതുകൊണ്ട് മറ്റേ കൈ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ തന്നെ ഒരു വിദഗ്ധന് പെട്ടെന്ന് അത് മനസ്സിലാകും. അതേസമയം പിന്നെ ചിന്തിക്കേണ്ടത് ഒരു 2 വയസ്സാകുമ്പോൾ മാത്രമേ കുട്ടിക്ക് ഇടം കൈയാണോ ഡോമിനൻസ്, ഹാൻഡ് ഡോമിനൻസ്, ഇടത് കൈ, ചില കുട്ടികൾ ഇടം കൈയന്മാരാണ്,
അപ്പം ഇടത് കൈ ഡോമിനൻസ് അല്ലെങ്കിൽ വലത് കൈ ഡോമിനൻസ് വരുന്നത് ഒരു 2 വയസ്സാകുമ്പോഴത്തേക്കാണ്. അല്ലാതെ ചിലപ്പോൾ അമ്മമാർ പറയും ഒരു വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് ഇടത് കൈ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു, അത് ഞാൻ മാറ്റാൻ പോയില്ല. പക്ഷെ അതല്ല കാര്യം. അപ്പം ഇടത് കൈ ശരിക്ക് കൂടുതലായിട്ട് കുട്ടി യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വലത് കൈക്ക് സ്വാധീനക്കുറവ് ഉള്ളത് കൊണ്ടാണ്. ഇതെല്ലാം 2 വയസ്സിന് മുൻപ്. അതേസമയം 2 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടി ഇടത് കൈയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എഴുതാനാണെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനാണെങ്കിലും കുട്ടി ഇടത് കൈയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ട. കാരണം കുട്ടിക്ക് അതാണ് വാക്ക്. ഇപ്പൊ ഇടം കൈ വാക്കെന്ന് പറയുന്നത് പോലെ അത് നമ്മൾ പിന്നെ മാറ്റാൻ ശ്രമിക്കരുത്. ആ ഇടത് കൈ തന്നെ ഉപയോഗിച്ച് ആ കുട്ടി പ്രവർത്തികൾ ചെയ്തു കൊള്ളട്ടെ. അതാണ് ഇടത് കൈ കൂടുതലായി ഉപയോഗിക്കുന്ന കുട്ടിയെ നിർബന്ധപൂർവ്വം വലത് കൈ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു കാര്യം. അത് 2 വയസ്സിന് ശേഷമാണ് അങ്ങനെ കാണുന്നതെങ്കിൽ നിങ്ങൾ വലത് കൈ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കേണ്ട. പിന്നെ അതുപോലെ വേറൊരു കാര്യം, ഏതെങ്കിലും കൈകൾക്ക് പ്രവർത്തനശേഷി കുറവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 2 കൈകളും, ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ വലത് കൈക്ക് പ്രവർത്തനശേഷി കുറവാണെങ്കിൽ വലത് കൈ കൊണ്ടുള്ള ആക്ടിവിറ്റീസ് പ്രവർത്തികൾ കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുക എന്നാണ്. പക്ഷെ ഇപ്പോൾ നടത്തിയ പഠനങ്ങൾ പറയുന്നത് അങ്ങനെ വലത് കൈ മാത്രം ഉപയോഗിച്ചല്ല, 2 കൈകളും ഉപയോഗിച്ചുള്ള ബൈ ഹാൻഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബൈമാനുവൽ ആക്ടിവിറ്റീസ് 2 കൈകളും ഒരുപോലെ ഉപയോഗിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കുട്ടി പഠിക്കുന്നത് എന്താണ്? കുട്ടിയുടെ കൈകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കാൻ ഒരു റിതം കുഞ്ഞ് പഠിക്കുകയാണ്. ഒരു വലത് കൈ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇടത് കൈ ഉപയോഗിക്കണം, അല്ലെങ്കിൽ രണ്ടും ഉപയോഗിക്കണം. അതുപോലെ 2 കൈകളും ഒരുപോലെ ഉപയോഗിച്ച് ചെയ്യാവുന്ന പ്രവൃത്തികൾ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ 2 കൈകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ 2 കൈകളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ തലച്ചോറിനകത്ത് ഇടത് ഭാഗവും വലതു ഭാഗവും ഒരുപോലെ ഉത്തേജിപ്പിക്കപ്പെട്ടിട്ട് ആ ആക്ടിവിറ്റീസ് എല്ലാം കുറച്ചുകൂടി വളരെ സിമ്പിൾ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില കുട്ടികളുണ്ട് എഴുതുന്നില്ല, പക്ഷെ കുട്ടി ബാക്കി പ്രവർത്തികൾ ഒന്നും ചെയ്യാൻ ഒരു പ്രശ്നമില്ല. കുട്ടി ബട്ടൺസ് ഇടും, ബാക്കി എല്ലാ പ്രവർത്തികളും ചെയ്യും, ഡോറിന്റെ ഹാൻഡിൽ തുറക്കും, നാണയം ഇടും, അതെല്ലാം ചെയ്യും. പക്ഷെ കുട്ടി എഴുതുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് മടി കാരണമാണ്, എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കുട്ടി എഴുതാത്തത്. അപ്പം നമ്മൾ കുറച്ച് നിർബന്ധപൂർവ്വം കുട്ടി എഴുതിപ്പിക്കുക മാത്രമേ അതിന് നമുക്ക് പരിഹാരമുള്ളൂ. പിന്നെ വേറെ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരം കുഞ്ഞ് ശരിയായി മനസ്സിലാക്കുന്നുണ്ടോ. എഴുതാൻ പറയുന്ന കുട്ടിക്ക് എന്താണെന്ന് അറിയണം, കണ്ടാൽ മനസ്സിലാകണം. ഇങ്ങനെയാണ് വളഞ്ഞാണ് വരുന്നത് എന്ന് കുഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ കുഞ്ഞ് എഴുതുന്നില്ല എന്ന് പരാതി പറയുന്നതിന് മുൻപ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന എന്നുള്ള കൺസെപ്റ്റ് കുട്ടിക്ക് അറിയാമോ, അത് നമ്മളൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഈ വിദഗ്ധ സഹായം തേടേണ്ടത് എപ്പോഴാണ്? ചെറിയ പ്രശ്നം കണ്ടാൽ തന്നെ, ഇപ്പൊ കുട്ടിക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കണ്ടാൽ തന്നെ അത് മടിയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊരു വിദഗ്ധരുടെ സഹായം തേടാവുന്നതാണ്. പിന്നെ നേരത്തെ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് പറഞ്ഞതുപോലെ കൈയക്ഷരം മെച്ചപ്പെടുത്താൻ വീട്ടിൽ ചെയ്യാവുന്ന പ്രവർത്തികൾ ആദ്യമായി കൂടുതലായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കൈകൾ തലയ്ക്ക് മുകളിൽ പൊക്കിയിട്ടുള്ള പ്രവർത്തികളാണ്. അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൈസ്വാധീനക്കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ എത്ര നാൾ പരിശീലനം കൊടുക്കേണ്ടി വരും, അത് ഓരോ കുട്ടിയുടെയും ശാരീരിക നില ശരിയായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായി മാറുമോ? പൂർണ്ണമായും മാറുമ്പം നാഡീ സംബന്ധമാണെങ്കിൽ പൂർണ്ണമായും മാറില്ല. അതേസമയം ഓർത്തോ പ്രോബ്ലംസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കൈ ഒടിയുക, കൈ മടങ്ങി പോവുക, അങ്ങനെയുള്ള കുറേ നാൾ അനക്കാതെ വെച്ചിട്ട്, അല്ലാതെ ഡിസ്ലൊക്കേഷൻ, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും, അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ മാക്സിമം പരിശീലനം കൊടുത്തിട്ട് കുട്ടിയുടെ കൈ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും. ശരി, ഇപ്പം അതോടുകൂടി കൈ സ്വാധീനക്കുറവിനെ പറ്റിയുള്ള പരിശീലനം എല്ലാം കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു. ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം 11:45 ആരംഭിക്കും. ഇടവേളയ്ക്ക് ശേഷം ഇഡാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. ഉത്തരം നൽകുന്നതിനായി മിസ് ഷൈനിയെയും മിസ് നീതുവിനെയും ക്ഷണിക്കുന്നു. ഹലോ. ഹലോ, പത്തനംതിട്ടയാണോ? അതെ അതെ, പത്തനംതിട്ട ചൈൽഡ് ലൈനിൽ നിന്നാണ്. ചോദ്യം ചോദിച്ചോളൂ. മാഡം, ഈ എംആറും ഓട്ടിസം ഉള്ള ഒരു കുട്ടി ചോദിച്ചോളൂ.
MR ഓട്ടിസം ഉള്ള ഒരു കുട്ടിക്ക് ഇപ്പം 17-18 വയസ്സോളം ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് ഈ ഇങ്ങനെ എഴുതാനോ കൈക്ക് അതായത് അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതിനെ എങ്ങനെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? അതായത് ശ്രദ്ധയൊന്നുമില്ലാതെ വരുന്നേ. ആ കുഞ്ഞിനെ ഇതിനു മുന്നേ പരിശീലിപ്പിച്ചിട്ടുണ്ടോ എഴുതിപ്പിക്കാനൊക്കെ ആയിട്ട്? എഴുതിപ്പിക്കാനൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടി അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. എത്ര നാളായി പരിശീലനം തുടങ്ങിയിട്ട്? ഈ ഇടയ്ക്കാണോ അതോ കുഞ്ഞുനാളിലെ ചെയ്യിപ്പിക്കുന്നതാണോ? കുഞ്ഞുനാളിലെ അല്ല, അതായത് ഒരു 4-5 വയസ്സ് തൊട്ട് നമ്മള് ജസ്റ്റ് പെൻസിലൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കൈക്ക് സ്വാധീനക്കുറവ് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ കുട്ടിക്ക്? ഇല്ലില്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ആക്റ്റീവും അത് ഇതൊക്കെ കൈകൊണ്ട് ചെയ്യാനും ഒക്കെ. സ്വന്തമായി ചെയ്യുന്നുണ്ടോ കൈ ഉപയോഗിച്ച് കഴിക്കുക അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ? കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പേപ്പറൊക്കെ നമ്മൾ എടുപ്പിക്കും കൈകൊണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എഴുതാൻ മാത്രം അവനൊരു ആക്റ്റീവ്നെസ് ബട്ടൺ കിട്ടുന്നില്ല. ഇടാനൊക്കെയോ? ഡ്രസ്സിന്റെ ബട്ടൺ ഇടാൻ, അതൊക്കെ അറിയാം. ബാഗിന്റെ സിബ് തുറക്കുക അടയ്ക്കുക, അതെല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്വയമേ ചെയ്യുന്നുണ്ട്. ശരിയായ രീതിയിൽ പേന പിടിക്കുന്നുണ്ടോ കുട്ടി? കുട്ടി പേന കൈയുടെ തുമ്പ് വെച്ചാണ് പിടിക്കുന്നത്. കൈയുടെ തുമ്പ് കൈ നമ്മുടെ വിരലിന്റെ തുമ്പിൽ ഈ അറ്റം വെച്ചാ പേന പിടിക്കുന്നേ. വിരലിന്റെ അറ്റം വെച്ചിട്ടാണ്. അപ്പം കുഞ്ഞ് പിടിക്കുന്നതിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ എങ്ങനെയാ പിടിക്കുന്ന? ആ ശരിയായ രീതിയിൽ പിടിക്കാൻ കുട്ടീനെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ? നമ്മള് കൈക്ക് കയറ്റി പേന വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ അങ്ങനെ ചെയ്യിച്ചിട്ടില്ല. അതായത് അവൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നമ്മള് കയറ്റി പേന കൊടുത്താലും പിന്നെ തുമ്പിൽ വെച്ചാണ് അവന് വരയ്ക്കുന്നത്. പക്ഷെ എഴുതാനും ബാക്കി എല്ലാ പ്രവൃത്തികളും നന്നായി ചെയ്യുന്നുണ്ട്. നന്നായി ചെയ്യുന്നുണ്ട്. കൈ പൊക്കി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയോ? ഭാരമൊക്കെ എടുക്കുവോ ആള്? ഭാരം അങ്ങനെ എടുക്കാറില്ല. നമ്മൾ എന്തെങ്കിലും ചെറിയ വസ്തുവൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ ബോള് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എടുപ്പിക്കും. എന്നാലും അതിനൊരു മടിയോടെ എടുത്തോണ്ട് വരും. 2-3 വട്ടം നമ്മളത് പറയണം കുട്ടിയോട് എടുക്കാന്. അമ്മ, ഈ ഓട്ടിസവും ബുദ്ധിപരമായുമുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ആദ്യം ഈ കൺസെപ്റ്റ് അറിയാമോ? എഴുതുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എഴുതാനുള്ളത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ കുഞ്ഞിന് പറ്റുന്നുണ്ടോ? അങ്ങനെ അവൻ അതിനോട് കാണിക്കുന്നില്ല, ഒരു താല്പര്യം കാണിക്കുന്നില്ല. നമ്മളത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ഇരിക്കാനും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആദ്യമായി ഒരു താല്പര്യക്കുറവ് കാണും, പിന്നെ ശ്രദ്ധയില്ലായ്മ കാണും, പിന്നെ അടങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കാൻ കുറച്ച് സമയം ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കുഞ്ഞ് കാണിക്കുന്നുണ്ടാകും. പിന്നെ അതുപോലെ ശ്രദ്ധയില്ലായ്മ, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കാണിക്കുന്നുണ്ടാകും. ആദ്യം നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. ആദ്യം ഒരു കുഞ്ഞ് ഒരു സ്ഥലത്ത് ഒരു 5 മിനിറ്റെങ്കിലും അടങ്ങി ഇരുന്ന് കഴിഞ്ഞെങ്കിലേ നമുക്ക് പിന്നെ ആ കുഞ്ഞിനെ എഴുത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം കുഞ്ഞിനെ ആദ്യം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ, ഒരു 5 മിനിറ്റ് ഒന്ന് അടങ്ങി ഇരിക്കാൻ കുഞ്ഞിനെ ഒന്ന് പ്രാപ്തനാക്കണം. അത് കഴിഞ്ഞ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തമായുള്ള ചലനങ്ങൾ നൽകി കുഞ്ഞിന്റെ തോൾ ഭാഗവും മുട്ടന്റെ ഭാഗവും ഒക്കെ ബലപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ എഴുതാനുള്ള പരിശീലനം കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യമേ കുഞ്ഞിന്റെ പേന പിടിച്ച് എഴുതിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ തോളിനും ഒന്നും ശക്തിയില്ലാത്തത് കാരണം കുഞ്ഞിന് ശരിയായ രീതിയിൽ പേന പിടിക്കാൻ പറ്റില്ല. ശരീരത്തെ അതുപോലെ നിയന്ത്രിച്ചിരിക്കാനുള്ള കഴിവ് കാരണം കൈകൾ ശരിയായി പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കൃത്യമായ പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ആദ്യമായിട്ട് ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി കുഞ്ഞ് ആദ്യം ഒന്ന് കുറച്ച് സമയം ഇരിക്കണം. അടങ്ങിയിരുന്ന് ഒരു പ്രവൃത്തി ചെയ്യാൻ, വേറെ എന്തെങ്കിലും ഒരു പ്രവർത്തികൾ കുഞ്ഞിനെ പ്രാപ്തനാക്കി ഇട്ട് വേണം കുഞ്ഞിന് അവസാനം പേന പിടിക്കാനുള്ള പരിശീലനം കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ പേന പിടിക്കാൻ ശരിയായ രീതിയിൽ പിടിക്കുന്നില്ല എന്നമ്മ പറഞ്ഞു. 3 വിരലുകൾ ഉപയോഗിച്ച് മാത്രമാണ് പേന പിടിക്കേണ്ടതെന്ന് നമ്മുടെ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പം 3 വിരലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തികൾ ആദ്യം കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. സ്ക്രൂ തിരിക്കുക, കുറച്ച് നട്ട് ആൻഡ് ബോൾട്ട്, അത് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു സാധനമാണ്. ഈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. അത് സ്ക്രൂ തിരിക്കുന്ന എങ്ങനെയുണ്ട്, ഒരു കൈ വെച്ച് ആ നട്ട് ഇത് പിടിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ കുഞ്ഞ് 3 വിരലുകൾ ഉപയോഗിച്ച് പേന പിടിക്കാൻ, ഈ 3 വിരലുകൾ മാത്രം ഉപയോഗിച്ച് പേന പിടിക്കാൻ കുഞ്ഞ് പ്രാപ്തനാകുന്നതാണ്. പറഞ്ഞ പോലെ 3 വിരലുകൾ ഉപയോഗിക്കാനായിട്ട് പ്ലാസ്റ്റർ വെച്ച് കൈ കെട്ടി അത് കേട്ടായിരുന്നല്ലോ അല്ലേ?
ആ കേട്ടായിരുന്നു, കാണുകയും ചെയ്തായിരുന്നു. അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ മാഡം, താങ്ക് യു. മറ്റു ചോദ്യങ്ങളുണ്ടോ? ഇല്ലില്ല. ഒരു ചോദ്യം കൂടെ ഉണ്ടേ. ഒരു ചോദ്യം കൂടെ ഉണ്ട്, ചോദിക്കാം. മാഡം ഹലോ. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. മാഡം, ചില കുട്ടികള് നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആകും, കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് എഴുതാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ ഇന്ന് നോട്ട് കംപ്ലീറ്റ് ആകാതെ കൊണ്ടുവരും. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം എഴുതിപ്പിക്കാൻ നേരം എനിക്ക് കൈക്ക് എഴുതാൻ കൈ കഴിക്കുന്നു, കുറച്ച് എഴുതുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതി കഴിയുമ്പോൾ തന്നെ എഴുതാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങ് കളയുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില് കുട്ടികളുടെ കൈയുടെ കുഴപ്പം കൊണ്ടാണോ അതുണ്ടാകുന്നത്, അതോ എന്തെങ്കിലും ഒരു ബിഹേവിയറില് ഇരുന്ന് അടങ്ങിയിരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? കുഞ്ഞ് ബാക്കി എഴുതുന്നു എന്നല്ലാതെ ബാക്കി പ്രവൃത്തികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ? കൈ ഉപയോഗിച്ചുള്ള ബാക്കി പ്രവൃത്തികള് ബാക്കി പ്രവൃത്തികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നന്നായി ചെയ്യുന്നുണ്ട്. ബട്ടൺ ഇട്ട് അങ്ങനെ സൂക്ഷ്മ പ്രവൃത്തികളെല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. മൊത്തമായ പ്രവൃത്തിയും സൂക്ഷ്മ പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. കൈ കഴിക്കുന്നു എന്ന് പറയുമ്പോ കുഞ്ഞിന്റെ കൈയക്ഷരം ഒത്തിരി കുത്തിപ്പിടിച്ചാണോ, ഒത്തിരി പ്രഷർ കൊടുത്താണോ എഴുതുന്നത്? പ്രഷർ കൊടുത്തിട്ടില്ല. പ്രഷർ ഭയങ്കര പറയൂ. നമ്മൾ സാധാരണ എഴുതുന്ന രീതി തന്നെയാണോ ആൾ എഴുതുന്നത്, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി കുത്തിപ്പിടിച്ച് എഴുതുക, അങ്ങനെയാണോ എഴുതുന്നത്? കുത്തിപ്പിടിച്ച് എഴുതാറില്ല. സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ്. അതെ അതെ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് എഴുതി കഴിയുമ്പോഴത്തേക്കും കൈ കഴിക്കുന്നു അല്ലേ? കൈ കഴിക്കുന്നു, എഴുതാൻ വയ്യ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്നു. ആ സമയത്ത് വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോ അതൊരു മടിയുടെ ഭാഗമായിട്ടായിരിക്കാം. അത് നമുക്ക് കുഞ്ഞിനെ കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ വേറൊരു ദൈനംദിന ജീവിതത്തിൽ വേറെ ഒന്നിനും കുഞ്ഞിന് കൈ ഉപയോഗിച്ചുള്ള ചെയ്യാനുള്ള പ്രവൃത്തികൾക്കൊന്നും പ്രശ്നം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൈയുടെ പ്രവർത്തനത്തിന്റെ ബലഹീനത അല്ല. മാഡം, ചില കുട്ടികള് നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആകും, കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് എഴുതാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ ഇന്ന് നോട്ട് കംപ്ലീറ്റ് ആകാതെ കൊണ്ടുവരും. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം എഴുതിപ്പിക്കാൻ നേരം എനിക്ക് കൈക്ക് എഴുതാൻ കൈ കഴിക്കുന്നു, കുറച്ച് എഴുതുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതി കഴിയുമ്പോൾ തന്നെ എഴുതാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങ് കളയുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില് കുട്ടികളുടെ കൈയുടെ കുഴപ്പം കൊണ്ടാണോ അതുണ്ടാകുന്നത്, അതോ എന്തെങ്കിലും ഒരു ബിഹേവിയറില് ഇരുന്ന് അടങ്ങിയിരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? കുഞ്ഞ് ബാക്കി എഴുതുന്നു എന്നല്ലാതെ ബാക്കി പ്രവൃത്തികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ? കൈ ഉപയോഗിച്ചുള്ള ബാക്കി പ്രവൃത്തികള് ബാക്കി പ്രവൃത്തികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നന്നായി ചെയ്യുന്നുണ്ട്. ബട്ടൺ ഇട്ട് അങ്ങനെ സൂക്ഷ്മ പ്രവൃത്തികളെല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. മൊത്തമായ പ്രവൃത്തിയും സൂക്ഷ്മ പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. കൈ കഴിക്കുന്നു എന്ന് പറയുമ്പോ കുഞ്ഞിന്റെ കൈയക്ഷരം ഒത്തിരി കുത്തിപ്പിടിച്ചാണോ, ഒത്തിരി പ്രഷർ കൊടുത്താണോ എഴുതുന്നത്? പ്രഷർ കൊടുത്തിട്ടില്ല. പ്രഷർ ഭയങ്കര പറയൂ. നമ്മൾ സാധാരണ എഴുതുന്ന രീതി തന്നെയാണോ ആൾ എഴുതുന്നത്, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി കുത്തിപ്പിടിച്ച് എഴുതുക, അങ്ങനെയാണോ എഴുതുന്നത്? കുത്തിപ്പിടിച്ച് എഴുതാറില്ല. സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ്. അതെ അതെ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് എഴുതി കഴിയുമ്പോഴത്തേക്കും കൈ കഴിക്കുന്നു അല്ലേ? കൈ കഴിക്കുന്നു, എഴുതാൻ വയ്യ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്നു. ആ സമയത്ത് വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോ അതൊരു മടിയുടെ ഭാഗമായിട്ടായിരിക്കാം. അത് നമുക്ക് കുഞ്ഞിനെ കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ വേറൊരു ദൈനംദിന ജീവിതത്തിൽ വേറെ ഒന്നിനും കുഞ്ഞിന് കൈ ഉപയോഗിച്ചുള്ള ചെയ്യാനുള്ള പ്രവൃത്തികൾക്കൊന്നും പ്രശ്നം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൈയുടെ പ്രവർത്തനത്തിന്റെ ബലഹീനത അല്ല. കുട്ടിക്ക് എഴുതാനും ബട്ടൺസ് ഇടാനും പറ്റുന്നില്ല. വയസ്സായ, അത് ലാസ്റ്റ് എഴുതിയിരിക്കുന്ന 10 വയസ്സായ കുട്ടിയാണ്. 10 വയസ്സുള്ള കുട്ടി എഴുതാനും ബട്ടൺസ് ഇടാനും പറ്റുന്നില്ല.
ആദ്യമായി കുട്ടിയുടെ IQ ഒന്ന് നമ്മ അറിയേണ്ടതുണ്ട്. ആക്ച്വലി ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി കുട്ടിക്ക് എത്രത്തോളം ബുദ്ധി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷമേ എഴുതുന്നതിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, കൺസെപ്റ്റ് അറിയാത്തൊരു കുട്ടിക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ബട്ടൺസ് ഇടാൻ ഇപ്പം കുട്ടിയുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ശരിയാണോ? അവന്റെ കൈകൾ പൊക്കി പ്രവർത്തിക്കാൻ പറ്റും. ബാക്കിയുള്ള ദിനചര്യകളെല്ലാം, അത് മൊത്തമായുള്ള ചലനങ്ങളെല്ലാം കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. മൊത്തമായുള്ള ചലനങ്ങൾ ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ? ബട്ടൺസ് ഇടാൻ അല്ലാതെ നടക്കാം. കൈകളുടെ പ്രവർത്തികളാണ് ഉദ്ദേശിച്ചത്. കൈകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ, മൊത്തമായുള്ള ചലനങ്ങൾ ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ? ബട്ടൺസ് ഇടാൻ അല്ലാതെ നടക്കാം. കൈകളുടെ പ്രവർത്തികളാണ് ഉദ്ദേശിച്ചത്. കൈകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ, നടക്കാൻ പറ്റുന്നുണ്ട്. കൈകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതുണ്ടോ? വലത് കൈ. വലത് കൈ പ്രശ്നമുണ്ട്. വലത് കൈക്ക് പ്രശ്നമുണ്ട്. അപ്പൊ എന്ത് പ്രശ്നമാണ്? എന്ത് പ്രശ്നമാണ്? അതെ, ഇടത് കൈക്ക് പ്രശ്നമില്ല. വലത് കൈക്ക് എന്ത് പ്രശ്നമാണുള്ളത്? സ്വാധീനക്കുറവാണോ ഉദ്ദേശിക്കുന്നത്? കാണുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബട്ടൺസ് ഇടുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കൈകളും ഒരുപോലെ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് ഒരു കൈ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും വലത് കൈക്ക് പ്രശ്നമുള്ള കുട്ടിയെ കൊണ്ട് ഇടത് കൈ മാത്രം ഉപയോഗിച്ച് ബട്ടൺസ് ഇടിപ്പിക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വലത് കൈക്ക് വ്യായാമങ്ങൾ ചെയ്ത് കുറച്ചുകൂടെ ശക്തി കൂടിയതിന് ശേഷം മാത്രമേ നമുക്ക് ബട്ടൺസ് ഇടാനുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ബട്ടൺസ് ഇടാനുള്ള ട്രെയിനിങ് എന്താണെന്ന് പറയാം. ഒരു മുതിർന്ന ആളുടെ ഷർട്ടോ എന്തെങ്കിലും ഒരു തലയണയ്ക്ക് ചുറ്റും ഇട്ടിട്ട് ആ ബട്ടൺസ് ഇടുന്ന ആ ദ്വാരം കുറച്ച് കൂടുതൽ വലുതാക്കുക. എന്നിട്ട് ആ കുട്ടിയെ കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് ബട്ടൺസ് അകത്തേക്ക് ഇടേണ്ടത്. അങ്ങനെയുള്ള പരിശീലനം കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ചെറിയ ബട്ടൺസിലേക്ക് പോകാം. പക്ഷെ എത്രയാണെങ്കിലും വലതു കൈക്ക് സ്വാധീനക്കുറവ് ഉള്ളത് കൊണ്ട് കുട്ടിക്ക് ബട്ടൺസ് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രായവും ഒരു ചെറിയ പ്രശ്നമാണ്. കാരണം ചെറിയ പ്രായത്തിലേ നമുക്ക് പരിശീലനം കൊടുത്തിരുന്നെങ്കിൽ കുട്ടി കുറച്ചുകൂടി നന്നായി ഇപ്പം എല്ലാ പ്രവർത്തികളും ചെയ്തേനെ. MR ആണ് കുട്ടി. അത് മനസ്സിലായി. നിഷിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. കൈക്ക് എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കാം. ആ കുട്ടി തന്നെയാണോ? ആ കുട്ടിയുടെ ശാരീരിക നില നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഒരു ഹാൻഡ് ഫംഗ്ഷൻ യൂണിറ്റ്, കൈയുടെ പ്രവർത്തനത്തിന് മാത്രമായി ഇവിടെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് ആക്ച്വലി ഒരു പാരന്റ് മീഡിയേറ്റഡ് പ്രോഗ്രാം ആണ്. എന്ന് വെച്ചാൽ പാരന്റ്സ് തന്നെയാണ് ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത് ഞങ്ങളുടെ സൂപ്പർവിഷനിൽ. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് കുട്ടിയുടെ ശാരീരിക നില പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അഥവാ നിങ്ങളൊരു കുട്ടിയെ ഒരു അസസ്മെന്റിന് വേണ്ടി കൊണ്ടുവരാനാണെങ്കിൽ ആദ്യം നിഷില് കാണുന്ന അതിനകത്ത് PPTയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ. അതിൽ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ഞങ്ങളൊരു കമ്പൈൻഡ് അസസ്മെന്റ് ഉണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റും ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റും കൂടിയാണ്. അത് വ്യാഴാഴ്ച തോറുമാണ്. അതിനുള്ള പ്രത്യേക ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കണം. 8 വയസ്സായ കുട്ടിയാണ്. വലത് കൈ ഒട്ടും പ്രവർത്തിക്കുന്നില്ല. ജനിച്ചപ്പോ തന്നെ അങ്ങനെയായിരുന്നു. ഒന്നും ചെയ്യണില്ല, ഒന്നും ചെയ്യാറില്ല കൈ കൊണ്ട്. അപ്പൊ എന്തെങ്കിലും മറ്റെന്ത് ബുദ്ധിമുട്ട്? കൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഇടത് കൈ കൊണ്ടാണ് എഴുതണത്. കുട്ടി നടക്കാനൊക്കെ സാധിക്കുന്ന കുട്ടിയാണോ? അതെ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പം വലത് കൈക്ക് എന്തെങ്കിലും പരിശീലനം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇത്രയും നാൾ? ഇപ്പൊ 8 വയസ്സുണ്ടെന്ന്. 2 പ്രാവശ്യം 1.5 വയസ്സായപ്പോ ഓപ്പറേഷൻ ചെയ്തതാണ്. പിന്നെ 3 വയസ്സ് 4 വയസ്സ് വരെ ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ട്.
കുട്ടിയുടെ ജനന സമയത്ത് പറ്റിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? കുട്ടിയുടെ കയ്യിലെ അതെ 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 അതെ. കൈകളിലെ നെർവിന് മാത്രം പറ്റിയ പ്രശ്നമാണ്? ഞരമ്പുകൾ കട്ടായി പോയി എന്ന് പറയണ ചലനത്തിന്റെ. ഓ ശരി ശരി. അപ്പം അതൊരു ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ആ കൈകളിലെ മാത്രം നെർവുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. അത് കംപ്ലീറ്റ് ആയിട്ടും കട്ടായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചലനശേഷി തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം പാർഷ്യലായിട്ടേ പ്രശ്നമുള്ളൂ എങ്കിൽ നമുക്ക് കുറച്ച് ചലനങ്ങളൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അതിപ്പോ അതിനെപ്പറ്റി അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് കണ്ടെങ്കിലേ പറയാൻ സാധിക്കുകയുള്ളൂ. സർജറി ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നോ എന്തെങ്കിലും കംപ്ലീറ്റ് കട്ടായി പോയതാണോ? കംപ്ലീറ്റ് കട്ടായി പോയതാണ്. അപ്പൊ വേറെ ഞരമ്പുകൾ വിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് അങ്ങനെ ചെയ്തതാ. ഓ ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിൽ കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ശരിയായി പോകേണ്ടതാണ്. ശരിയായി അതല്ല ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ നരമ്പുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനം ശരിയാക്കാം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അത് ചെറുതായിട്ട് ശരിയാക്കാന്നാ പറഞ്ഞിരുന്നേ. ഓ ശരി. മൊത്തം ശരിയാ. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ശരിയായിട്ടില്ല? ഇല്ല. അപ്പം മറ്റു ഞരമ്പുകൾ പ്രവർത്തനം ഏറ്റെടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇനി ഇപ്പം പരിശീലനം കൊടുത്താലും കുട്ടിക്ക് ചലനശേഷി തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എന്റെ അനിയന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. 3 വയസ്സായ കുട്ടിയാണ്. അംഗൻവാടിയിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് വലത് കൈക്ക് സ്വാധീനക്കുറവുണ്ട്. ഷോൾഡർ വരെ കൈ പൊക്കുള്ളൂ. അവര് അമൃത ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അവിടെ ചികിത്സ നടത്തുന്നുണ്ട് നിലവിൽ. പക്ഷെ എന്റെ നോട്ടത്തിൽ വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? അത് പ്രസവത്തിൽ പറ്റിയാണെന്ന് പറയണ കേട്ടത്. പ്രസവത്തില് 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റാം. ഒന്നുകിൽ കൈകൾക്ക് മാത്രമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിച്ചിട്ട് അത് പിന്നെ കൈകളുടെ പ്രവർത്തനത്തെ ബാധിക്കാം. ഇതിൽ ഏതാണെന്ന് അറിയാമോ? അത് ഡീറ്റെയിൽ ആയിട്ട് വെച്ച് എനിക്കറിയില്ല. എന്നിരുന്നാലും അവര് വീട്ടിൽ റിംഗ് ഒക്കെ കെട്ടി തൂക്കി കൊച്ചിനോട്ട് തൂങ്ങാൻ പരിശീലിപ്പിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം അവള് കൈ പൊക്കി തൂങ്ങിക്കൊണ്ടിരുന്ന അതിൽ വീണതിന് ശേഷം ആള് അങ്ങനെ ചെയ്യാറില്ല. അപ്പം ആ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ ഞങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ. അപ്പം കാണുന്ന നമ്പറിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ഒരിക്കൽ നിഷിലേക്ക് വന്നാൽ മതി. അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. ചിലപ്പോൾ കുട്ടിയെ വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. Deb's palsy left hand, 1 month old child, finger movement ഉണ്ട്, ചിലപ്പോൾ എൽബോ മൂവ്മെന്റും ഉണ്ട്. എനി ഹോം എക്സസൈസസ്, ഓയിൽ മസാജ് ഓക്കെ ആണോ? കുളിപ്പിക്കാൻ തൊട്ടിലിൽ കിടത്താമോ? 1 month old child. 1 മാസമുള്ള കുട്ടിയെ കൊണ്ട് നമുക്ക് പ്രവർത്തികളൊന്നും ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. ഈ കുട്ടിയെയും ഇങ്ങനെ ഒരു മൈക്കിൽ കൂടി ഒരു എക്സസൈസ് പറഞ്ഞു തന്ന് ചികിത്സിക്കുന്നത് ഒരു ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം വളരെ ചെറിയ കുട്ടിയാണ്. ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾ മസാജ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മസാജ് ചെയ്യുന്ന വിധമൊക്കെ ഞങ്ങൾ ഇവിടെ വന്നാൽ കാണിച്ച് തന്ന് അമ്മയെ കൊണ്ട് നല്ലൊരു ട്രെയിനിങ് തരാൻ പറ്റും. ഇപ്പം ഇതിലൂടെ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ കുട്ടിയാണ്. കുട്ടിയുടെ പേശികളൊന്നും അത്രയ്ക്ക് ബലവത്തായി കാണാൻ വഴിയില്ല. മലപ്പുറത്ത് നിന്നുള്ള ചോദ്യം, കുട്ടിക്ക് 5 വയസ്സ്, പെൻ പിടിക്കാൻ പറ്റുന്നില്ല, ബട്ടൺസ് ഇടാൻ പറ്റുന്നില്ല, MRI സ്കാൻ ചെയ്തു, ചെറിയ വളർച്ചാ പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞത്, ഭാരം എടുക്കാൻ പറ്റുന്നില്ല, ഏത് നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന്? ഈ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടവർ എന്ന് പറഞ്ഞ് PPT-യിൽ ഒരു സ്ലൈഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിലെ 1ാമത്തെ ഷൈനി MT ഫിസിയോതെറാപ്പിസ്റ്റ് നിഷ്, പിന്നെ നീതു തമ്പി ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് നിഷ് എന്ന് പറഞ്ഞ 2 ഒരേ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. കുട്ടിക്ക് ഇതില് വിവിധതരം പ്രവർത്തികളിലൂടെ കുട്ടിയുടെ കൈയുടെ പ്രവർത്തന പരിശീലനം എന്തൊക്കെ കൊടുക്കാമെന്ന് നേരിട്ട് കാണിച്ചു തരാൻ പറ്റും. അമ്മ ചെയ്യുന്നത് ഞങ്ങൾക്ക് കറക്റ്റ് ആണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി അപ്പൊ തന്നെ തിരുത്തി തരാനും സാധിക്കും. മാഡം, പിന്നെ എന്റെ കുട്ടി 5 വയസ്സായ കുട്ടിയാണ്. ശരി.
ഇവനിപ്പോ ചെറിയൊരു വളർച്ച പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഡോക്ടറെ കാണിച്ച് MRI സ്കാനൊക്കെ എടുത്തിരുന്നു. അവന് കാലിന് പ്രശ്നമാണ്. ഇപ്പൊ കൈ പെണ്ണ് എഴുതാൻ പോലെ ബുദ്ധിമുട്ടുണ്ട്. അവന് പിടിക്കുന്നിടത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എഴുതാൻ കഴിയണില്ല. പിന്നെ അവന് ഇടത്തെ കൈയാണ് ഇപ്പൊ കൂടുതൽ അവന് പ്രവർത്തിക്കാൻ നോക്കണത്. എന്തെങ്കിലും അടിക്കുകയാണെങ്കിലും എന്തിനെങ്കിലും കൂടുതൽ അവന് ഇടത്തെ കൈയാണ് വരുന്നത്. അപ്പൊ എഴുതാനും കൂടുതൽ ഇടത്തെ കൈയാണ് ഉപയോഗിക്കേണ്ടതാണെന്ന്. ചോദ്യം എന്താണ്? ക്ലിയർ ആയില്ല. അവസാനം ചോദിച്ചത് എന്താണ്? അവനിപ്പോ കൂടുതൽ ഉപയോഗിക്കണ ഇടത്തെ കൈയാണ്. ഇടത്തെ കൈയാണ്. പിന്നെ അവന് ഭാരം ഒന്നും അങ്ങനെ വല്ലാതെ പൊന്തിക്കാൻ കഴിയുന്നില്ല, ബട്ടൺസ് ഒന്നും ഇടാൻ കഴിയുന്നില്ല ഒറ്റക്ക്. അപ്പൊ അവന് ഇടത്തെ കൈ കൊണ്ട് മാത്രം എഴുതിച്ചാൽ മതിയോ എന്നായിരുന്നു. ഇടത്തെ കൈ വെച്ച് മാത്രം എഴുതിച്ചാ മതിയോ? ഈ ഇടത് കൈക്ക് വലത് കൈക്ക് സ്വാധീനക്കുറവ് ഉള്ളത് കൊണ്ടാണോ കുട്ടി ഇടത് കൈ ഉപയോഗിക്കുന്നത്? അങ്ങനെ വലത് സ്വാധീനം അങ്ങനെ പറ്റ കുറവൊന്നുമില്ല. എഴുതാന് കൂടുതൽ പെട്ടെന്ന് പിടിക്കണത് എന്ത് കൊടുത്താലും ഇടത്തെ കൈ കൊണ്ടാണ് പിടിക്കണത്. ശരി, ഇനി ഇടത് കൈ മാറ്റി വലത് കൈ അങ്ങനെ പ്രവർത്തികൾ ചെയ്ത് ശീലിപ്പിക്കണം എന്നില്ല. പക്ഷെ രണ്ട് കൈയും ഈ എഴുതുന്നതും ബട്ടൺസ് ഇടുന്നതൊന്നും മാറ്റണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം പന്തെറിയുക അതുപോലുള്ള കൂടുതൽ രണ്ട് കൈയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള കളികളിലൂടെ കുട്ടിയുടെ രണ്ട് കൈകളും ഒരുപോലെ നമുക്ക് ബലപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വലത് കൈക്ക് ബലക്കുറവുണ്ടോ എന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ടീച്ചർമാര് പറയണത് ഓനെ പെന്നോട് ശരിക്കും എഴുതാൻ കഴിയണില്ല, എല്ലാ കുട്ടി പോലെ എഴുതാൻ കഴിയണില്ല. അപ്പൊ ഞാൻ പിടിച്ച് എഴുതുന്നത് അതേപോലെയാണ്. അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ കൈ പിടിച്ചോടത്ത് വരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിന് എവിടെ നമ്മള് കാണിക്കണ്ട അവിടെ അറിയണം. ഇടത് കൈ വെച്ച ആള് നന്നായിട്ട് എഴുതുന്നുണ്ടോ? ഇടത് കൈ പിടിച്ചാല് അവന്റെ സ്വന്തത്തിൽ കുറച്ച് എഴുതാനുണ്ട്. നമ്മളിപ്പോ ഞാനിപ്പോ എഴുതിക്കണത് വലത് കൈയോട് എഴുതിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ. വലത് കൈ കൊണ്ട് ഞാനിപ്പോ എഴുതിക്കാൻ നോക്കണത്, ഇടത് കൈ ശരിപ്പാക്കണം എന്നാണ്. വലത് കൈ കുട്ടിക്ക് സ്വാധീന കുറവ് കൊണ്ടാണോ അതോ കുട്ടിയുടെ കൈ വാക്ക് ഇടതാണ് കൈ വാക്ക് അതുകൊണ്ടാണോ കുട്ടി ഇടത് കൈ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഡോക്ടർ MRI സ്കാൻ ചെയ്ത് പറഞ്ഞ് ആ കൈക്ക് കൂട്ട കൊടുത്താൽ ഇങ്ങനെ തിരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ വളഞ്ഞ് ഇതാകാൻ വേണ്ടിട്ട് ചെറിയ വളർച്ച പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു തന്നു. അപ്പം കൈക്ക് വീക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടി ഇടത് കൈ കൊണ്ട് എഴുതുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇടത് കൈ കൊണ്ട് ആള് എഴുതിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ബാക്കി പ്രവൃത്തികളെല്ലാം ചെറിയ ചെറിയ പ്രവൃത്തികളെല്ലാം വലത് കൈ കൊണ്ടും നമുക്ക് ചെയ്യിപ്പിക്കാം. വലത് കൈ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കണ്ട. ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് രണ്ട് കൈകൾ നേരത്തെ മാഡം പറഞ്ഞ പോലെ രണ്ട് കൈയും ചേർത്ത് ഏകോപിച്ച് പ്രവർത്തിപ്പിക്കാം. അങ്ങനെ ഈ കൈക്കും കുറച്ചും കൂടെ ബലം കൈവരും. അത് കഴിഞ്ഞ് വലത് കൈയിൽ യൂസ് ചെയ്ത് ചെയ്യിപ്പിക്കാം. ഓന്റെ നടത്തത്തിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് കൈയിനൊക്കെ പ്രശ്നം വരുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? പ്രശ്നം ഉണ്ടായതുകൊണ്ടാണോ കൈക്ക് പ്രശ്നം വരുന്നത്? അല്ല, നടത്തത്തിന് പ്രശ്നമുള്ളത് കൊണ്ട് അത് കൈയെ അഫക്റ്റ് ചെയ്ത് കൈയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ല. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നത് MRIയിൽ എന്തെങ്കിലും പ്രോബ്ലം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കുട്ടിയുടെ കൈയുടെ പ്രവർത്തനവും കാലിന്റെ പ്രവർത്തനവും ഒരുപോലെ ബാധിക്കപ്പെട്ടത്. ഡോക്ടർ പറഞ്ഞത് MRI ബ്രെയിനിന്റെ ചെറിയൊരു വളർച്ച പ്രശ്നമുണ്ട്, പ്രശ്നമില്ല പറഞ്ഞാണ്ട് കുഴപ്പമില്ല, കുറച്ച് തെറാപ്പി ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അതപ്പം തലച്ചോറിനകത്തുള്ള പ്രശ്നം കൊണ്ടാണ് കുട്ടിക്ക് ഈ കൈക്കും കാലിനും പ്രവർത്തനശേഷി കുറവ് ഉണ്ടായത്. അപ്പൊ നമ്മൾ രണ്ട് കൈകളും ഇപ്പൊ മാഡം പറഞ്ഞ പോലെ രണ്ട് കൈകളും ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ കൂടുതലായിട്ട് ചെയ്യിപ്പിക്കണം. പന്ത് പൊക്കി എറിയിപ്പിക്കുക, അങ്ങനെ. കാലിന്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് കണ്ട് വിശകലനം ചെയ്തതിന് ശേഷമേ എന്താണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അവിടെ തന്നെ നിങ്ങൾ മലപ്പുറത്തായതുകൊണ്ട് അവിടെ ഉള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ചാൽ മതി. ഇവിടെ കാണിച്ചിരുന്നോ? പക്ഷെ അങ്ങോട്ട് വരാൻ പറ്റുമോ? ഇവിടെ ഇങ്ങോട്ട് വരാനും പറ്റും. ഇപ്പൊ നിങ്ങൾ ഫോണിലെ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. ഇതന്നെ ഫിംഗർ മൂവ്മെന്റ് ഉണ്ട്, നല്ലവണ്ണം ഉണ്ട്. എൽബോ ഇത് ഇടക്കിടക്ക് എൽബോ മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കൈയ്യ്. എപ്പോഴും ഒരു കൈ മേലോട്ട് ആണെങ്കിൽ ഒരു കൈ താഴോട്ട് തന്നെയാണ് എപ്പോഴും ഉള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങള് ഇപ്പം താമസിക്കുന്നത് മാംഗ്ലൂരാണ്.
ഹലോ. അതെ, 1 മാസം പ്രായമുള്ള കുട്ടി ആയതുകൊണ്ടാണ് കാണാതെ നമ്മൾ പരിശീലനം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം 1 മാസം മാത്രം പ്രായമുള്ള കുട്ടിയാകുമ്പോൾ ആ കുട്ടിയുടെ പേശികളും എല്ലാം വളരെ ബലം കുറഞ്ഞതായിരിക്കും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡറിനായിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പം ഷോൾഡറിന് പെട്ടെന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ജോയിന്റ് ആണ് ഷോൾഡർ ജോയിന്റ്. അപ്പം എന്തെങ്കിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കാണിച്ചു തരാതെ ഇവിടെ ഞങ്ങളൊരു അമിതേഷ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ ഇവിടെ ഇതന്നെ KMC മാംഗ്ലൂർ ആണ്. അപ്പൊ ഡോക്ടർ ടെമ്മിയിൽ കിടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എക്സസൈസും പറഞ്ഞിട്ടുണ്ട്. ടെമ്മി ഓക്കെ ആണോ? ഇത്ര ചെറിയ എക്സസൈസസ് ചെയ്ത് കാണിച്ചു തന്നു. ജസ്റ്റ് ടെമ്മിയിൽ ഇട്ടു. ജസ്റ്റ് എക്സസൈസ് ഇല്ല, ജസ്റ്റ് ടെമ്മിയിൽ ഇടാൻ പറഞ്ഞു. അപ്പൊ കുട്ടി സ്വന്തം പ്രഷർ കൊടുക്കുമല്ലോ, കൈ കുത്തി പൊങ്ങാനല്ലേ? കൈ കുത്തി ജസ്റ്റ് ചെറിയൊരു എക്സസൈസ്, ആ എക്സസൈസ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി ശരി ശരി. പക്ഷെ 1 മാസം പ്രായമുള്ള കുട്ടി കൈ കുത്തി പൊങ്ങാൻ പ്രാപ്തം ആകുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു 3 മാസം, ഒരു 4-5 മാസമെങ്കിലും ആകണം കുഞ്ഞ് കൈ ഉപയോഗിച്ച് ശരീരം പൊക്കണം എന്നുണ്ടെങ്കിൽ. അതും കൈക്ക് ശരിയായ പ്രവർത്തനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം എടുക്കാൻ പറ്റുന്നത് ഷോൾഡറിന് ഒട്ടും മൂവ്മെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവ് മൂവ്മെന്റ്സ്. ഷോൾഡർ ജസ്റ്റ് മേലോട്ടേക്ക്, ഇത് ഷോൾഡർ കൈ പൊന്തിക്കുന്നില്ല, ഷോൾഡർ മാത്രം മേലോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും കഴുത്തിനെ ടച്ച് ചെയ്യുന്ന പോലെ ആ ഷോൾഡർ ആ മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പം അതാണ്. ഇപ്പം നിങ്ങൾ പാസീവ് മൂവ്മെന്റ്സ് ആണ് കൊടുക്കണം. അതായത് മറ്റൊരാൾ കുഞ്ഞിന് എക്സസൈസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് ഞങ്ങൾക്കിപ്പം ഇതിലൂടെ പറഞ്ഞ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പൊ ഒരു ദിവസം നിങ്ങൾ വരികയാണെങ്കിൽ എക്സസൈസ് എല്ലാം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ ഇരുത്തി നല്ലൊരു പ്രാക്ടീസും തരാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി ബ്രാഞ്ച് ഉണ്ടോ ഇവിടെ? എന്താണ് ബ്രാഞ്ചോ എന്തോ മാംഗ്ലൂരിൽ നിഷിന്റെ ബ്രാഞ്ചോ എന്തോ ഹോസ്പിറ്റൽ? വേറെ ബ്രാഞ്ചസ് ഒന്നും ഇല്ല. ഇല്ല അല്ലെ? മാംഗ്ലൂരാണോ? മാംഗ്ലൂർ മംഗലാപുരം. KMC-യിലാണോ കാണിച്ചത് നിങ്ങള്? ആണ് KMC. ഇത് ഓർത്തോ എന്താ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ അതിന്റെ ഡോക്ടർ ഫിസിയോതെറാപ്പിന്റെ മെയിൻ ഓർത്തോ എന്താ ഫിസിയോതെറാപ്പി ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതി. അപ്പൊ കണ്ട് മനസ്സിലാക്കിയായിരുന്നു എക്സസൈസ് എന്തൊക്കെയാണെന്ന്? ഡോക്ടറെ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് ഈ ഫോണിൽ കൂടിയോ പറയുന്നതിനേക്കാൾ നല്ലത് ശരിക്കും കുട്ടിയെ കിടത്തി ഫിസിയോതെറാപ്പിസ്റ്റ് ആദ്യം എക്സസൈസ് കാണിച്ചു തന്നു, പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് തന്നെയാണ് നല്ലത്. ശരി. പിന്നെ ഒരു പ്രത്യേകം പറയാനുള്ളത്, ഇനി ആരോടാണെങ്കിലും ഈ ഫോണിൽ കൂടുതൽ ചോദിച്ച് ഉപദേശം തേടുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. അതാണ്. അപ്പൊ ഫോണിൽ കൂടെയുള്ള ഉപദേശങ്ങൾ അത്ര ഇഫക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നുന്നില്ല. ഓക്കെ. പിന്നെ ഇതന്നെ ഡോക്ടറോട് ചോദിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു, ഈ ഡോക്ടറോട് തൊട്ടിലില്. കാരണം കൈ തൊട്ടിൽ കിടത്തുമ്പോഴ് കുറച്ച് പ്രസ് ആവുമല്ലോ, അപ്പൊ അതെല്ലാം ഓക്കെ ആണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിട്ടില്ല. ഇവിടെ തൊട്ടിൽ കിടത്താത്തതായിരിക്കും നല്ലത്. കാരണം കുഞ്ഞിന്റെ ശരീരം കുറച്ചൊന്ന് അത് കൺട്രാക്ട് ചെയ്ത് ഒരു പ്രത്യേക പൊസിഷനിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ നോർമൽ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കൈക്ക് കുറച്ച് പ്രോബ്ലം ഉള്ള കുട്ടിയാകുമ്പം സാധാരണ മൃദുവായിട്ടുള്ള തുണിയിൽ എന്തെങ്കിലും വിരിച്ച് കിടത്തുന്നതാണ് നല്ലത്. അതുപോലെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന, അത് സാധാരണ കുട്ടികളെ നമ്മൾ കുറച്ച് എക്സസൈസ് എല്ലാം ചെയ്യിപ്പിക്കാറുണ്ട്. കൈ കാലിന്റെ മൂവ്മെന്റ് ആക്ച്വലി ഒരു ശരിക്കുള്ള കുട്ടിക്ക് എക്സസൈസസ് സാധാരണ കൈയും കാലും മൂവ് ചെയ്ത് അവർക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള എക്സസൈസസ് കിട്ടുന്നുണ്ട്. അപ്പം ബാക്കി ഭാഗങ്ങളിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ കൈയുടെ ഭാഗത്ത് ഒരുപാട് മസാജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് മസാജ് അല്ല, ജസ്റ്റ് എക്സസൈസ് മാത്രം. ജസ്റ്റ് ഓയിൽ മാത്രം ഈ പ്രവർത്തനശേഷി കുറവുള്ള കൈക്ക് മാത്രം എക്സസൈസസ് കൊടുത്താൽ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തന്നിരിക്കുന്ന എക്സസൈസസ് മാത്രം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. എൻ്റെ മകൻ 5 വയസ്സുണ്ട്. പിന്നെ കൈയക്ഷരം ശരിയല്ല. കാരണം പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. പിന്നെ ഒരു വളരെ കുറച്ച് സമയത്ത് മാത്രം. ഈ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ കഴിയുന്നുള്ളൂ. പിന്നെ ഈ പെൻസിൽ പിടിക്കുന്നതിനും
ഇത് ചെറിയൊരു അസാധാരണത്വമുണ്ട്. പിന്നെ ഭയങ്കര ദേഷ്യമാണ്. മടികൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. പിന്നെ ഈ രണ്ട് കൈ വെച്ചും അങ്ങനെ ഒരു ആക്ടിവിറ്റി അല്ല, ഏകദേശം പിന്നെ ആക്ടിവിറ്റീസ് കുറവാണ്. രണ്ട് കൈ ഏകദേശം ഒരേ കണക്കാണ്. രണ്ട് കൈ മാറി മാറി ഉപയോഗിക്കുക. എന്നാലും വലത് കൈയാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. ഇടത് കൈ വെച്ചും ചെയ്യാറുണ്ട്. എഴുതുന്നത് ഏത് കൈ കൊണ്ടാണ്? വലത് കൈ വെച്ചാണ്. വലുത് അത് മാറ്റാറില്ലല്ലോ. ചിലപ്പോഴ് ഇടത് കൈയിലും പോകും. പിന്നെ ചില അക്ഷരങ്ങള്, പിന്നെ അതെ അക്കങ്ങള് 8, 9 ഇതൊക്കെ എഴുതാൻ പാടാണ്. പിന്നെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഇങ്ങനെ ഈ ഫോളൈനിൽ എഴുതുമ്പോൾ ആ ലൈനിൽ നിൽക്കത്തില്ല. പിന്നെ ഈ പിന്നെ കളറിങ്ങില് പിന്നെ അതിന് അപ്പുറത്ത് പോവും. പിന്നെ ഫുള്ള് ഇങ്ങനെ വരില്ല. അങ്ങനെ പ്രോബ്ലംസ്. പാറ്റേൺ രീതിയിലൊക്കെ അതും ബുദ്ധിമുട്ടാണ്. ഇവിടെ എഴുതിയ അങ്ങ് പുറത്ത് വരും. പിന്നെ ഇങ്ങനെ ഈ ലൈൻ ചെയ്യുമ്പോൾ ആദ്യമേ കുറച്ച് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരും, പിന്നെ വളഞ്ഞു പോകും. വേറെ ബാക്കി പ്രവൃത്തി ഇപ്പൊ എഴുത്തുന്നല്ലാതെ ബാക്കി പ്രവൃത്തികളെക്കാളും നന്നായി ചെയ്യുന്നുണ്ടോ? ആവറേജ്. മറ്റു മോന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെ സ്വന്തമായി ഡ്രസ് ഇടാനും ഡ്രസ്സൊക്കെ ഇടാറുണ്ട്. ആഹാരം കഴിക്കാൻ, ഷൂലേസ് കെട്ടാൻ, ബട്ടൺസ് ഇടാനോ? ബട്ടൺസ് ഇടും. വലത് കൈ ഉപയോഗിച്ച് ബട്ടൺസ് ഇടും. ഭാരമുള്ള സാധനങ്ങളൊക്കെ എടുക്കുവോ ആള്? അത്ര ഇല്ല. മോന്റെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞെടുക്കുന്ന പോലെ ഇല്ല. എടുക്കാൻ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? അതോ അച്ഛനും അമ്മയും തന്നെയാണോ എല്ലാം ചെയ്തു കൊടുക്കുന്നത്? അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് സമയത്തിന്റെ. പിന്നെ ആദ്യമേ കുഞ്ഞിനെ നമ്മള് മോന്റെ കാര്യങ്ങള് മോനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, അത് പരിശീലിപ്പിക്കാതെ. ഇപ്പം നമ്മുടെ ഈ കൈ ഉപയോഗിക്കാതെ ഇരുന്നാലും ആ കൈയുടെ പേശികൾക്ക് ബലം കുറയും. നമ്മൾ യൂസ് ചെയ്തേ കൈയുടെ ബലം കൂടത്തുള്ളൂ പേശികളുടെ. അപ്പം ആ കുഞ്ഞിനെ ഒന്ന് എഴുതിപ്പിച്ച് നോക്കുക. ഒട്ടും കുഞ്ഞിന് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നു, എഴുതാൻ ബുദ്ധിമുട്ട്. ആദ്യം ലെറ്റേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ഒരു പിന്നെ 10 മാർക്കിന്റെ ഇതിട്ട് 7 അങ്ങനെ അത്രത്തേക്ക് 6 അങ്ങനെ വരും. പറഞ്ഞ് പിന്നെ 6 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഡെവലപ്പ് ആവുമെന്നാണ് ടീച്ചർമാരൊക്കെ പറഞ്ഞത്. എന്നാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഈ ഡെവലപ്പ് ആകുമെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കാൻ പാടില്ല. പിന്നെ ഇനിഷ്യൽ തന്നെ ഇവിടെ വരുന്ന പാരന്റ് ആണോ? തെറപ്പിക്ക് വരുന്ന സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന കുട്ടിയാണതായതുകൊണ്ട് ഇപ്പം നമുക്ക് എല്ലാ വ്യാഴാഴ്ച തോറും ഒരു കമ്പൈൻഡ് അസസ്മെന്റ് ഉണ്ട്. എല്ലാവരും ചേർന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. എന്റെ മോന് വേണ്ടിയിട്ടാണ്. മോന് 16 വയസ്സായി. 15 വയസ്സിൽ ഒരു പനി വന്നു. പനി വന്നതിന് ശേഷം സ്വന്തമായിട്ട് ഒരു ദിവസമേ പനി നിന്നുള്ളൂ. സ്വന്തമായിട്ട് പിന്നെ നല്ല ക്ഷീണമായി. തീർത്തും എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. നമ്മൾ ഏൽപ്പിച്ചിരുത്തി ചാരി ഇരുത്തി വേണം ഭക്ഷണമൊക്കെ കൊടുക്കാൻ, കോരി കൊടുക്കുന്ന രീതിയിലായി. നല്ല ആക്റ്റീവായിരുന്ന കുട്ടിയാണ്. വളരെയധികം ബുദ്ധിമുട്ടായി. പിന്നെ അതിനുശേഷം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇവിടെ ന്യൂറോയുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖത്തിനാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. അന്നേരം കുറെ ട്രിപ്പും കൊടുത്തു, സ്റ്റിറോയിഡ് ടാബ്ലറ്റ് ഒക്കെ ചെന്നപ്പോൾ കുറെ ഇമ്പ്രൂവ്മെന്റ് ആയി. വീണ്ടും അവന് ഒരു പഴയ പോലെ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങി. പക്ഷെ അന്നും ഡ്രസ് ഇടാനും അവന് സ്വന്തമായിട്ട് പാൻ്റ് ഇടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അന്നേരം നമ്മൾ ഹെൽപ്പ് ചെയ്ത് സ്കൂളിൽ വിടാൻ തുടങ്ങി. വീണ്ടും ഈ കഴിഞ്ഞ 2016 ഒരു 1.5 മാസത്തോളം 10ാം ക്ലാസ്സിലാണ് സ്കൂളിൽ പോയി. ഒരു ദിവസം തന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു തന്നപ്പോൾ ബാഗ് ഷോൾഡറിലിട്ട് വന്ന ഉടനെ പെയിനായി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു മാറിക്കോളും, സാരമില്ല, വേദനയ്ക്ക് പെയിൻ കില്ലറും സ്റ്റിറോയിഡും ചെന്ന് വീണ്ടും വ്യത്യാസമായി. അങ്ങനെ നമ്മൾ ശ്രീചിത്രയിൽ ഈ ഡോക്ടറുടെ സജഷൻ അനുസരിച്ച് കാണിച്ചു. അന്നേരമാണ് ഇനി ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖമാണെന്ന് കണ്ടുപിടിച്ചത്. ഇപ്പൊ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അല്ല, അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ് എന്നുള്ളതാണ്. അന്നേരം ഇപ്പൊ സ്വന്തമായിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഈ സ്റ്റിറോയിഡ് ഇപ്പൊ ഈ കൊടുക്കുന്ന മരുന്നിന്റെ കൂടെ MMF സ്റ്റിറോയിഡും ഒക്കെയാണ് കൂടുതൽ കൊടുക്കുന്നത്. അങ്ങനെ ആള് 100 കിലോയിൽ കൂടുതലായി. ഇപ്പൊ സ്വന്തമായിട്ട് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് തട്ടി വീഴുന്ന പോലെയുണ്ട്. ഫിസിയോതെറാപ്പി എന്തെങ്കിലും ചെയ്തായിരുന്നു? ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പി ആവശ്യമുള്ളതാണ്.
ലൈഫ് ലോങ് ഫിസിയോതെറാപ്പി ആവശ്യമുള്ള ഒരു കണ്ടീഷനാണ് ഇത്. ഇപ്പൊ കുട്ടിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് എന്തിനാണ്? കുട്ടിയെ പ്രാപ്തനാക്കാനാണ്. കുട്ടിയെ തനിയെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിയെ ഈ വ്യായാമങ്ങളിലൂടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാക്കുക എന്നതാണ് ഫിസിയോതെറാപ്പിയുടെ ഉദ്ദേശം. അപ്പം ചെയ്യാൻ പറ്റില്ലാത്ത ഒരു കുട്ടിക്ക് നമ്മൾ എന്തായാലും ഫിസിയോതെറാപ്പി ചെയ്യണം. ഉറക്കക്കുറവ് വളരെയധികം ഉറക്കക്കുറവായിരുന്നു. നുകർന്ന് കിടക്കത്തില്ല. രാത്രി മുഴുവൻ കരഞ്ഞിരിക്കും, നുകർന്ന് കിടക്കാൻ വയ്യാതെ. അങ്ങനെ കോട്ടയ്ക്കൽ ആയുർവൈദ്യശാലയിൽ നിന്ന് എണ്ണയൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉറങ്ങാൻ സാധിക്കുന്നത്. അന്നേരം അവിടെ കുറച്ച് ദിവസം തിരുമ്മി, 7 ദിവസത്തോളം തിരുമ്മി എനിക്ക്. അന്നേരം കുറച്ച് വ്യത്യാസം വന്നു. അവിടെ ഫിസിയോതെറാപ്പി ഉണ്ടല്ലോ കോട്ടയ്ക്കൽ, ഇല്ലേ? അവിടെ തിരുമുക ചെയ്യുന്നത്. കൂടെ സാധാരണ ഫിസിയോതെറാപ്പിസ്റ്റ് ഉള്ളതാണ്, ചിലപ്പോൾ അവിടെ കാണില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കുഞ്ഞിനെ കിടത്താനുള്ള പൊസിഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറെ വ്യായാമങ്ങളുണ്ട്. പിന്നെ ഇരുന്ന് എഴുന്നേൽക്കുക, പിന്നെ തനിയെ എഴുന്നേറ്റിരിക്കാൻ അങ്ങനെ നമുക്ക് പരിശീലിപ്പിക്കാം. അങ്ങനെയൊക്കെ ഞങ്ങളൊന്ന് പറഞ്ഞു തരാം. ഈ പനിക്ക് ശേഷം ഈ 1 വർഷത്തിനിടയിൽ വന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ കൈ പ്രസ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ ഈ പെടലിയുടെ ഇവിടെ നിന്ന് വേദന തുടങ്ങിയിട്ട് പിന്നെ കൈ അനക്കാൻ പറ്റാത്ത രീതിയിലാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പ്രധാന പ്രശ്നം ഈ കാല് പിടിച്ചിട്ട്, കാല് നല്ല മസിൽ പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് കാല് മൂവ്മെന്റ്സ് ഇല്ലാതെ വരും. ശരി, അപ്പൊ നമ്മ പെട്ടെന്ന് ഒരു മൂവ്മെന്റ് ചെയ്യിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് എന്നും കുറച്ച് ചെറുതായിട്ടുള്ള വ്യായാമങ്ങൾ നൽകി കുഞ്ഞിന്റെ പേശികളെ ബലപ്പെടുത്തുന്നത്. അപ്പൊ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തി ആവുമ്പം കുഞ്ഞിന് പിന്നെ ഇപ്പൊ എഴുതാൻ പറ്റൂ കുട്ടിക്ക്? ഇല്ലല്ലോ. എഴുതാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോണ്ടി എഴുതുക, ക്ലിയർ ആയിട്ടല്ല. പേര് ആരോന്നാണ്. അന്നേരം AA വരേണ്ടടുത്ത് ഒരു എ എഴുതിയിട്ട് പിന്നെ എ എഴുതുന്ന കുറച്ച് മാറ്റിയാണ്. എല്ലാം ക്ലിയർ ആയി ചെയ്തുകൊണ്ട് എഴുതുന്നതിനെ പറ്റി നമ്മൾ ഇപ്പം ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. കാരണം വെച്ചാൽ മൊത്തമായുള്ള ചാനൽ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളിൽ മൊത്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കുഞ്ഞൊന്ന് പ്രാപ്തനാകട്ടെ. അതിന്റെ കൂടെ വേണം നമ്മൾ ഇതുകൊണ്ട്. അല്ലാതെ എഴുതാൻ മാത്രം നമ്മൾ ട്രെയിനിങ് കൊടുത്താൽ പോരാ. ബാക്കിയുള്ള എക്സസൈസ്, ഇപ്പൊ ട്രങ്ക് കണ്ടു, ഇപ്പൊ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള എക്സസൈസസ് ഒക്കെ ഉണ്ട്. അപ്പം അമ്മ ഒരു ദിവസം കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങൾ അതെല്ലാം പറയും. പിന്നെ നിവർന്ന് കിടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം ഏത് പൊസിഷനിൽ കിടന്നാലാണ് കുഞ്ഞ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് നമ്മൾ നോക്കിയിട്ട് ആ പൊസിഷൻസ് എല്ലാം ഒന്ന് പറഞ്ഞു തരാം. അല്ലേ, ഇത് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് മസിൽസിനുള്ള ഇൻഫ്ലമേഷൻ ആണ്. അതാണ് നിവർന്ന് കിടക്കാൻ പറ്റാത്തത്. പക്ഷെ അത് ഓൾ ബോഡിയെ അഫക്ട് ചെയ്തോണ്ടായിരിക്കും ഈ ബുദ്ധിമുട്ടുകളല്ലേ? അതെ, അതുകൊണ്ടാണ്. പക്ഷേ നിവർന്ന് കിടക്കാനുള്ള കുഞ്ഞെങ്ങനെങ്കിലും കിടക്കണ്ടേ, ഉറങ്ങണ്ടേ? അപ്പം ഈ നിവർന്ന് കിടക്കുന്നതല്ലാതെ വേറെ ഏതെങ്കിലും പൊസിഷനിൽ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഏത് പൊസിഷനിലാണ് കുഞ്ഞിന് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒക്കെ പറ്റുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ദിവസം കൊണ്ടുവന്നാൽ മതി. വീൽ ചെയറിൽ കൊണ്ടുവരാൻ പറ്റുമോ? പിടിച്ചു നടക്കും. ശരി, കൊണ്ടുവന്നു പോകുന്നുണ്ട്. ഫുൾ ടൈം ഇരിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കൊണ്ടുപോകും. അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അലർജിയുടെ ചുമ വന്നിട്ട് നിർത്താൻ. അപ്പൊ ഒരു ദിവസം കൊണ്ടുവന്നാൽ മതി. അപ്പം കുറച്ച് കൂടുതലായിട്ട് നോക്കാൻ പറ്റും. എൻ്റെ മോന് വേണ്ടിയാണ്. അഭിനവ് എന്നാണ് പേര്. 7 വയസ്സ് കഴിഞ്ഞു. പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എഴുതാൻ കുറച്ചക്ഷരങ്ങൾ പഠിച്ചു. A to Z വരെ ആയില്ല. K വരെ ആയതേ ഉള്ളൂ. പക്ഷെ ടീച്ചർ പറയുന്നു A ഒക്കെ എഴുതും, പക്ഷെ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു. ചെറിയ സപ്പോർട്ട് കൊടുത്താൽ അയാൾ എഴുതുന്നുണ്ട്. A B ഒക്കെ ആണെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രമേ അവ എഴുതത്തുള്ളൂ. പക്ഷെ കൺസെപ്റ്റ് എല്ലാം അറിയാം. എങ്ങനെയാണ് എഴുതേണ്ടത്, ബി ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കുഞ്ഞിനറിയാം. അങ്ങനെയാണെങ്കിൽ അത് കൈകൾക്ക് പേശികൾക്ക് ചിലപ്പോൾ വിലക്കുറവ് കാണുമായിരിക്കും. മുമ്പൊക്കെ വെയിറ്റ് എടുക്കുന്നതാണ്. ഇപ്പൊ മടി കൊണ്ടോ നമ്മള് പിന്നെ സ്കൂളിൽ പോകുന്നതിന്റെ തിരക്ക് കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വേണ്ട. അങ്ങനെ എന്ത് തിരക്കാണെങ്കിലും കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യിപ്പിക്കണം. എല്ലാ മാതാപിതാക്കൾക്കും വരുന്ന ഒരു പ്രശ്നമാണ്. എല്ലാം ചെയ്തു കൊടുത്താൽ പിന്നെ അവർക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അങ്ങനെ അവരുടെ പേശികളുടെ ശക്തി കുറഞ്ഞു പോകും. പിന്നെ ചെയ്യാനേ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും കുഞ്ഞിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക. അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യട്ടെ. ഇപ്പം ഇതുപോലെ കൈയുടെ പ്രവർത്തനം ഇപ്പം ഇനി ഒന്ന് നോക്കുക. ഇപ്പൊ കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വെയിറ്റ് എടുക്കാൻ പറ്റില്ല. ലൈറ്റ് ഇടാനൊക്കെ പക്ഷെ കൈയൊക്കെ പൊക്കാൻ പറഞ്ഞാലും മടിയാണോന്ന് അറിയത്തില്ല. അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓടാനും ചാടാൻ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ തൂങ്ങി കയറുക
തൂങ്ങി പിടിച്ച് കയറുവോ? മുകളിലൊക്കെ കയറും, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ കൈ പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വരെ പൊക്കിയിട്ട് ഉടനെ താഴ്ത്തിക്കളയും. തൂങ്ങി കയറാൻ പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രശ്നമൊന്നും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ തൂങ്ങി കിടക്കണമെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് മുഴുവൻ നമ്മുടെ കയ്യിൽ വരണം. അത് ചെയ്യാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ. പണ്ട് മുതലേ മോന് ജനിച്ച സമയത്ത് ഹെമാൻജിയോമ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു റൈറ്റ് സൈഡ് ഹാഫ് ബോഡി മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ ക്ലിപ്പിൾ ട്രിനോമി സിൻഡ്രോം ആണെന്ന് പറഞ്ഞു. ചെറിയ മോന് 2 പാർട്ടും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു കാലിന് നീളം കൂടുതൽ, ഒരു കാലിന് ചെറിയ നീളം കുറവാണ്. അപ്പോഴത്തേക്ക് അതിന്റെയൊക്കെ ബുദ്ധിമുട്ടാണോ? ഇനി അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാണും. പക്ഷെ കുഞ്ഞിന് തൂങ്ങി കയറാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യും. ആക്ടിവിറ്റി എന്നാലും മടിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇച്ചിരി ഓടും ചാടും അതൊക്കെ ചെയ്യും, കളിക്കും. എന്നാലും ഹൈപ്പർ ആക്റ്റീവ് ആണ്. അവരെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. അതാണ് സ്വഭാവം. ഇപ്പൊ മെയിൻ ആയിട്ട് ടീച്ചർ പറയുന്നത് എഴുതുന്നത് ഇച്ചിരി ഇതാണ്. എഴുതാനിപ്പം നോക്കിയിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ മടി കൊണ്ടായിരിക്കും. കാരണം ബാക്കിയായിട്ടുള്ള ഇഷ്ടപ്പെട്ട പ്രവർത്തികളെല്ലാം അയാൾ സ്പീച്ചും എല്ലാം ജനിച്ച് കുറച്ച് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്തിട്ടാ നടക്കാനും എല്ലാം തുടങ്ങിയത് തന്നെ. പിന്നെ സ്പീച്ച് തെറാപ്പിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടങ്ങിയിരിക്കാത്തത് കാരണം പിന്നെ ആ സ്കൂളിൽ തന്നെ സ്പീച്ച് തെറാപ്പി എല്ലാം കൊടുക്കുന്നത് കൊണ്ട് പിന്നെ ബാക്കി എല്ലാ പ്രവർത്തികളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠനം എന്നും അത് അവൻ ശ്രമിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ശ്രമിച്ച് നോക്കിയിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് മടിയായിട്ട് ഒരു 10-15 മിനിറ്റ് ഇരിക്കത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ അത് മാറി. ഇപ്പൊ സ്കൂളില് മുത്തുവർക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആദ്യം കുഞ്ഞൊന്ന് ഇരുന്ന് കിട്ടണം, ഒരു 5-10. അതുപോലെ തന്നെ പിന്നെ ഐക്യു നോക്കാൻ ടീച്ചർ സൈക്കോളജിസ്റ്റ് പറഞ്ഞു മോ അടങ്ങിയിരിക്കുന്നില്ല 15 മിനിറ്റ്. ഇവിടെയാണോ? ഇവിടെയല്ല, നമ്മൾ പിന്നെ ഐക്കോൺസിലാ പോയത്. അങ്ങനെ ഇവിടെ ഒന്ന് കാണിച്ചു നോക്കി, ഇവിടെ സൈക്കോളജിയിൽ കാണിച്ചു നോക്കിയിട്ട് കുട്ടി ചിലപ്പോൾ അടങ്ങിയിരിക്കാത്തത് കൊണ്ടോ അടങ്ങിയിരുന്ന് പ്രവൃത്തി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും മടി കൊണ്ടും ആയിരിക്കാം ചെയ്യുന്നത്. കുഞ്ഞ് അടങ്ങിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുതാനും വസ്തുക്കൾ എടുക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നോക്കാം. ഫിസിയോതെറാപ്പിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. കാരണം ഇപ്പൊ ഉടനെ കിട്ടത്തില്ലായിരിക്കും. കൈയുടെ ഇത് ബലക്കുറവാണ്. അതിനെ കൂടെ സൈക്കോളജിസ്റ്റിനെയും കൂടി ഒന്ന് കാണിക്കണം. ശരി. കുട്ടികളുടെ പ്രശ്നം മാത്രമാണോ മുതിർന്നവർക്കും അറിയാമോ? അറിയാലേ. എനിക്ക് 60 വയസ്സായി, ജോലി ഉണ്ടായിരുന്നു, ഇപ്പം റിട്ടയർ ആയി. അപ്പൊ ഈ എഴുതാനായിട്ട് കുറെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഷിവറിങ്ങും ഉണ്ട്, സ്പീച്ചിനും ഷിവറിങ് ഉണ്ട്. അപ്പം എന്താണ് എന്ന് വെച്ചാൽ കുറെ എഴുതാനായിട്ട് വരുമ്പോഴത്തേക്ക് വിരല് സ്റ്റഡി ആയിട്ട് നിൽക്കില്ല, വിറയ്ക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തായിരുന്നോ? എന്താണ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ട് വേറെ കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ല. കാണിച്ചായിരുന്നോ? ന്യൂറോയില് കാണിച്ചില്ല. കാണിക്കണമെന്ന്. കാരണം ഇത് സംസാരത്തെയും കൈകളുടെ പ്രവർത്തനത്തെയും ഒരുപോലെ എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ തലച്ചോറിനെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. അപ്പൊ അതിന് ചിലപ്പോൾ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ന്യൂറോയിൽ കാണിക്കണം. അതിന്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്യണം. കുറച്ചാളായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് ചെയ്യുന്നുണ്ട്? ഇല്ലല്ലേ. ന്യൂറോ കാണിക്കണം. അത്യാവശ്യമായിട്ടും കാണിക്കും. കാണിച്ചാൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിയും കൂടെ. ഇവിടെ ന്യൂറോ കാണിച്ചാലും എനിക്കൊന്ന് സ്പീച്ച് തെറാപ്പിയും ഫിസിയോതെറാപ്പിയും ആവശ്യമുള്ളതാണ്. ന്യൂറോയിൽ കാണിച്ചിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് സ്പീച്ച് തെറാപ്പി. ന്യൂറോ ഇവിടെ കാണിക്കാൻ പറ്റുമോ? ന്യൂറോ ഇവിടെ ഉള്ളത് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ്. നിന്റെ മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലിലോ കാണിക്കണം. അത് കാണിച്ചിട്ട് ഇവിടെ വരണോ അല്ലെ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പിന്നെ ന്യൂറോയിൽ പോയാൽ മതിയോ? എന്തോ ആദ്യം ന്യൂറോയിൽ കാണിച്ചിട്ട് ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കണോ? നല്ലത്. എന്താണ് പ്രോബ്ലം എന്താണെന്ന് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. നമ്മുടെ ഈ കൈമുട്ട് മടങ്ങി ഇരിക്കുന്ന സമയത്ത്, ഇപ്പൊ 2 വീലർ ഓടിക്കുക അങ്ങനെയുള്ള സമയത്ത് കൈക്ക് മരവിപ്പും വേദനയും വരുന്ന സാധാരണ എന്ത് പ്രശ്നം കൊണ്ടുവരാം? കഴുത്തിന് വേദനയുണ്ടോ? കഴുത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കഴുത്തിന് അങ്ങനെ സ്ഥിരമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ വേദന കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, കാണിച്ചിട്ടില്ല. അപ്പം ആക്ച്വലി കഴുത്തിന് സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടുത്തെ നെർവ്സ് കംപ്രസ്ഡ് ആയിട്ട് കയ്യിലേക്ക് തരിപ്പും ഒരു പ്രവർത്തനശേഷിക്കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം ഒന്നുമില്ല, അതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. അല്ലെ മുട്ട് മടങ്ങിയിരിക്കുമ്പോൾ മാത്രമേ ഈ തരിപ്പ് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നെർവ് സ്ട്രെച്ച് ആകുന്നതും ആയിരിക്കാം. അത് നമ്മളൊന്ന് മുട്ടിനുള്ള വ്യായാമങ്ങൾ കുറച്ച് ചെയ്യണം.
അപ്പം മുട്ടിനുള്ള വ്യായാമങ്ങൾ ഞങ്ങൾ കാണിച്ചിരുന്നില്ല, മുട്ട മടക്കുക, നിവർത്തുക എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ ഷോൾഡറിന്റെ കൈയുടെ എല്ലാ എക്സസൈസും ഒരുമിച്ച് ചെയ്യാം. അപ്പം ചെയ്യുമ്പോഴത്തേക്കും കൈയുടെ മസിൽസ് എല്ലാം കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ആവും. എന്നിട്ടും പിന്നെയും പ്രോബ്ലം പെർസിസ്റ്റ് ചെയ്യും, പിന്നെയും പ്രോബ്ലം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കിന്റെ ഒക്കെ ഒരു എക്സ്റേ എടുത്ത് നോക്കേണ്ടതാണ്. കൂടുതലായിട്ട് ടൂ വീലർ ഓടിക്കുന്ന സമയത്തൊക്കെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ വെയിറ്റ് എടുക്കുമ്പോഴും ഒക്കെ വരുന്നുണ്ട്. ടൂ വീലർ ഓടിക്കുന്ന സമയത്ത് കൈക്ക് കഴപ്പാണോ വരുന്നത്, തരിപ്പാണോ വരുന്നത്? അത് തരിപ്പോട് കൂടി വന്ന് വേദനയായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണിക്കേണ്ടതാണത്. ന്യൂറോയിൽ കാണിക്കാം, ഓർത്തോയിലോ ന്യൂറോയിലോ കാണിക്കാം. അംഗീകൃതമായിട്ടുള്ള തെറാപ്പി സെന്ററുകൾ എവിടെയൊക്കെയാണുള്ളത്? അതായത് ഇപ്പൊ മിസ് ഗൈഡൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ചെറുപ്രായത്തിലുള്ള കുട്ടികളെ ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും നല്ല സെന്ററുകൾ കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഇപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്ത് നിഷ് ഉണ്ട്, ഐക്കോൺസ് ഉണ്ട്, ഷൊർണൂറിൽ ഐക്കോൺസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ കോളേജിലൊക്കെ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. പിന്നെ അതുപോലെ വലിയ ശ്രീചിത്ര, അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. പിന്നെ ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്രൊഫഷണൽസ് കുറവാണ്. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഇപ്പൊ നല്ലപോലെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പം പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും മതി. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. മിസ് ഗൈഡൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. മിസ് ഗൈഡൻസ് ഇപ്പൊ ചെറിയ ക്ലിനിക്കിലോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം, അത് കറക്റ്റ് ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണോ. ചിലപ്പം ചെറിയ ഇപ്പൊ 6 മാസത്തെ കോഴ്സ് പഠിച്ചിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന പേര് വെച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകാതെ നിങ്ങളൊന്ന് അന്വേഷിക്കണം ആദ്യം, ശരിക്കും ക്വാളിഫൈഡ് ആണോ ഇവർ. ഇങ്ങനെയുള്ള കേസുകൾക്ക് ഈ അക്വാ പ്രഷർ അതൊക്കെ ഡിഫറെന്റ് ആണ്. അതിപ്പം ഫിസിയോതെറാപ്പിയിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഇപ്പൊ അതൊരു വേറൊരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. ഇഫക്റ്റീവ് പീഡിയാട്രിക്സിൽ അത്ര എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല. പെയിൻ റിലീഫിനൊക്കെയാണ് കൂടുതലും. ഈ കൊച്ചുകുട്ടികളുടെ പേശികളുടെ കാര്യങ്ങൾക്ക് കൂടുതലും മാനുവൽ ആയിട്ടുള്ള വ്യായാമങ്ങളാണ് നല്ലത്. ചോദ്യങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിഡാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇനി കൂടുതൽ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ നിഡാസിൽ പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കൾക്കും, നിഷിൽ എത്തിച്ചേർന്നവർക്കും വിവിധ ജില്ലകളിലെ DCPO ഓഫീസിൽ എത്തിച്ചേർന്നവർക്കും നിഡാസ് ടീം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്നത്തെ ഈ ക്ലാസ് എടുത്ത മിസ് ഷൈനിക്കും മിസ് നീതുവിനും നിഡാസ് ടീം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത നിഡാസ് അടുത്ത മാസം 3-ാമത്തെ ശനിയാഴ്ച, അതായത് ജൂലൈ 15-ാം തീയതി. വിഷയം അപസ്മാരമുള്ള കുട്ടികളിൽ കാണുന്ന ഭാഷാ സംസാര വൈകല്യം, അതായത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ വിത്ത് എപ്പിലെപ്സി. ഈ ക്ലാസ് എടുക്കുന്നത് ശ്രീചിത്രയിലെ സ്പീച്ച് പത്തോളജിസ്റ്റായ മിസ് മഞ്ജു മോഹൻ. നന്ദി, നമസ്കാരം.